നാരായണ. ഹരി ഓം ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിരീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായസേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വചാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം
രാധാസഹായമതിസുന്ദരമന്ദഹാസം വാദാലയേശമനിശം ഹൃദി ഭാവയാമി വാദാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക്, ശ്രീകൃഷ്ണ ലീലാമൃതത്തിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ നമ്മൾ ദശമസ്കന്ധം 28-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു. 28-ാം അധ്യായം നന്ദഗോപരെ വരുണാലയത്തിൽ നിന്ന് മോചിപ്പിക്കാനായിക്കൊണ്ട് ഭഗവാൻ വരുണാലയത്തിലേക്ക് പോകുന്നതാണ്. വരുണലോക ഗമനം. അവിടെ വരുണനാൽ പൂജിതനായി ഭഗവാൻ നന്ദനെയും കൊണ്ട് തിരിച്ചു പോരുന്നതാണ് മുഖ്യ കഥ. അതിനുശേഷം ഗോപന്മാരും ഭഗവാന്റെ ആ ഒരു മാഹാത്മ്യത്തിൻ്റെ അനുഭവം നേരിട്ട് വേണം എന്നാവശ്യപ്പെടുന്നതും അവരെ കാളിന്തിയിലെ ബ്രഹ്മഹ്രദത്തിൽ മുങ്ങാൻ പറഞ്ഞ് അവർ മുങ്ങിയതായിട്ടുള്ള സമയത്ത് അവർക്ക് ആ ഒരു ബ്രഹ്മാനന്ദ അനുഭവം കൊടുത്ത് അനുഗ്രഹിക്കുന്നതും ഈ അധ്യായത്തിൻ്റെ അവസാന ഭാഗം. അപ്പം നമ്മൾ കഴിഞ്ഞ 4 അധ്യായങ്ങൾ കൊണ്ട് ഇന്ദ്രഗർവശമനം എന്നുള്ള ആ ഒരു ആഖ്യാനം, അതിൽ ഇന്ദ്രയാഗഭംഗം, ഗോവർദ്ധന പൂജ, ഗോവർദ്ധനോദ്ധാരണം, പിന്നീട് നന്ദൻ ഗർഗമഹർഷി പറഞ്ഞ കാര്യങ്ങൾ ഗോപന്മാരോട് പറയുന്നത്, അതിനുശേഷം ഇന്ദ്രൻ വന്ന് സുരഭിയോടുകൂടി ഭഗവാനെ സ്തുതിക്കുന്നതും ക്ഷമാപണം ചെയ്യുന്നതും ഗോവിന്ദ അഭിഷേകം ചെയ്യുന്നതുമായിട്ടുള്ള ആ ഭാഗങ്ങളെല്ലാം നമ്മൾ വിസ്തരിച്ച് കണ്ടു. അപ്പം ഇനിയും അതിലേക്ക് തിരിഞ്ഞു പോകുന്നില്ല. നമുക്ക് 28-ാം അധ്യായം വായിക്കാം, എന്നിട്ട് അതിലേക്ക് നേരെ പ്രവേശിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ പൂർവാർദ്ധേ 28-തമോऽധ്യായഃ. ശ്രീശുക ഉവാച. ഏകാദശ്യാം നിരാഹാരഃ സമഭ്യർച്ച്യ ജനാർദ്ദനം സ്നാതും നന്ദസ്തു കാളിന്ദ്യാഃ 12ശ്യാം ജലമാവിശത്. തം ഗൃഹീത്വാ നയദ്ഭൃത്യോ വരുണസ്യാസുരോ അന്തികം അവിജ്ഞായാസുരീം വേളാം പ്രവിഷ്ടം ഉദകം നിശി. ചുക്രുശുസ്തം അപശ്യന്തഃ കൃഷ്ണരാമേതി ഗോപകാഃ ഭഗവാൻ തദുപസൃത്യ പിതരം വരുണാഹൃതം. തദന്തികം ഗതോ രാജൻ സ്വാനാം അഭയദോ വിഭുഃ. പ്രാപ്തം വീക്ഷ്യ ഹൃഷീകേശം ലോകപാലഃ സപര്യയാ മഹത്യാ പൂജയിത്വാഹ തദ്ദർശനമഹോത്സവഃ. വരുണ ഉവാച. അദ്യ മേ നിഭൃതോ ദേഹോ അദ്യൈവാർത്ഥോ അധിഗതഃ പ്രഭോ ത്വൽപാദവാചോ ഭഗവൻ അവാപുഃ പാരമദ്വനഃ. നമസ്തുഭ്യം ഭഗവതേ ബ്രഹ്മണേ പരമാത്മനേ നയത്ര ശ്രൂയത്തെ മായാ ലോകസൃഷ്ടിവികൽപ്പന. അജാനതാ മാമകേന മൂഢേനാകാര്യവേദിനാം ആനീതോയം തവ പിതാ തദ്ഭവാൻ ക്ഷന്തുമർഹതി. മമാപ്യനുഗ്രഹം കൃഷ്ണ കർത്തുമർഹസ്യ ശേഷദൃക്ക
ഗോവിന്ദ നീയതാം ഏഷ പിതാ തേ പിതൃവത്സല. ശ്രീശുക ഉവാച ഏവം പ്രസാദിത കൃഷ്ണോ ഭഗവാനീശ്വരേശ്വരഃ ആദായ അഗാത് സ്വപിതരം ബന്ധൂനാം ചാവഹന്മുദം. നന്ദസ്ത്വതീന്ദ്രിയം ദൃഷ്ട്വാ ലോകപാലമഹോദയം കൃഷ്ണേ ച സന്നതിം തേഷാം ജ്ഞാതിഭ്യോ വിസ്മിതോബ്രവീത്. തേ ത്വൗത്സുഖ്യധിയോ രാജന്മത്വാ ഗോപാസ്തം ഈശ്വരം അപി ന സ്വഗതിം സൂക്ഷ്മാം ഉപാദാസ്യത് അധീശ്വരഃ. ഇതി സ്വാനാം സ ഭഗവാൻ വിജ്ഞായ അഖില ദൃക് സ്വയം സങ്കൽപ്പസിദ്ധയേ തേഷാം കൃപയൈതദചിന്തയത്. ജനോ വൈ ലോകയേതസ്മിൻ അവിദ്യാകാമകർമ്മഭിഃ ഉച്ഛാവചാസു ഗതിഷു ന വേദ സ്വാം ഗതിം ഭ്രമन्. ഇതി സഞ്ചിന്യ ഭഗവാൻ മഹാകാരുണികോ ഹരിഃ ദർശയാമാസ ലോകം സ്വം ഗോപാനാം തമസഃ പരം. സത്യം ജ്ഞാനമനന്തം യദ്ബ്രഹ്മജ്യോതിഃ സനാതനം യദ്ധി പശ്യന്തി മുനയോ ഗുണാപായേ സമാഹിതാഃ. തേ തു ബ്രഹ്മഹൃദം നീതാമഗ്നാഃ കൃഷ്ണേന ചോദ്ധൃതാഃ ദദൃശുർബ്രഹ്മണോ ലോകം യത്ര അക്രൂരോദ്യഗാത് പുരാ. നന്ദാദയസ്തു തം ദൃഷ്ട്വാ പരമാനന്ദനിർവൃതാഃ കൃഷ്ണം ച തത്ര ഛന്ദോഭിഃ സ്തൂയമാനം സുവിസ്മിതാഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ അഷ്ടാവിംശതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ അധ്യായം 3 ക്ലാസ്സുകളായിട്ട് ഗോവിന്ദാഭിഷേകം, ഇന്ദ്രൻ്റെ ഭഗവത് സ്തുതി, ക്ഷമാപണം, സുരഭി ഭഗവാനെ വന്ന് സ്തുതിച്ചതും വണങ്ങിയതും, ഭഗവാൻ തന്നെയാണ് തങ്ങൾക്ക് ഏകരക്ഷകനായിട്ടുള്ളത് എന്ന് ആ സത്യത്തെ ലോകത്തോട് മുഴുവൻ പ്രഖ്യാപിക്കുന്നു. നമുക്കെല്ലാവർക്കും മാതൃക കാണിക്കാം. നമുക്ക് ഏക ആശ്രയമായിട്ട് ഭഗവാൻ മാത്രമേ ഉള്ളൂ. എന്നും ആശ്രയിക്കാം, എപ്പോഴും ആശ്രയിക്കാം. ബാക്കിയുള്ള ആളുകളൊന്നും ആശ്രയയോഗ്യരല്ല. അവരൊക്കെ ഉണ്ടായവരാണ്, നശിക്കുന്നവരാണ്, അവരുടെ മനസ്സിന് വികാരങ്ങളുള്ളവരാണ്. അതുകൊണ്ട് രാഗദ്വേഷാദികളാൽ ബാധിക്കപ്പെട്ട് എപ്പോൾ വേണമെങ്കിലും അവരുടെ സ്വഭാവം മാറി. ഇന്ന് നമുക്ക് സഹായികളായിരിക്കുന്നവർ നാളെ ശത്രുക്കളാവാം, ഇന്ന് ശത്രുക്കളായിരിക്കുന്നവർ നാളെ സഹായികളാവാം. അതുകൊണ്ട് ഈ ലോകത്തിൽ ഒന്നിനും ഒരു വ്യവസ്ഥയൊന്നും ഇല്ല. അനിത്യം, അസുഖം ലോകം. അതുകൊണ്ട് ഭഗവാനെയാണ് ശരണം പ്രാപിക്കേണ്ടത്. ഈ തത്വം നമുക്ക് മനസ്സിലാക്കി തന്നു. അതുപോലെ ഭഗവാൻ ഇന്ദ്രാദി ലോകപാലന്മാരെ നിയമിക്കുന്ന നിയന്താവാണ് എന്നുള്ള സത്യവും ആ കഥയിലൂടെ കാണിച്ചു. ഈ വരുന്ന അധ്യായത്തിലും അതിൻ്റെ തുടർച്ച തന്നെയാണ്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് സ്ഥാപിക്കാൻ കൃഷ്ണന്റെ ഐശ്വര്യം പ്രകടിപ്പിക്കുകയാണ്. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം. ശങ്കരാദീനാം ഈശ്വരാണാം
വിശേഷേണ നിയമനം. അപ്പോൾ എല്ലാ ദേവന്മാരെയും ഭഗവാൻ തന്നെയാണ് വിശേഷേണ നിയന്ത്രിക്കുന്നത്. അതിൻ്റെ ആ ഒരു കഥയാണ് വരുണജയം. ഭഗവാൻ വരുണലോകത്തിൽ ചെന്ന് വരുണനോട് യുദ്ധമൊന്നും ചെയ്യേണ്ടിയൊന്നും വന്നില്ല. വരുണൻ വാക്ക് ഓവർ കൊടുക്കുകയാണ് ഭഗവാന്. അതാണ് വരുണജയം. ഭഗവാനോട് ഒട്ടും മത്സരിക്കാൻ വരുണൻ തയ്യാറല്ല. കാരണം ഭഗവാന്റെ മഹിമ വരുണന് ബോധ്യമുണ്ട്. തൊട്ടു മുമ്പ് അല്ലേ ഗോവർദ്ധന ഉദ്ധാരണത്തിലൂടെയും ഇന്ദ്രന്റെ പരാജയത്തിലൂടെയൊക്കെ കണ്ടതാണ്. അതിനു മുമ്പും ബ്രഹ്മമോഹന ലീലയും ഒക്കെ സാക്ഷികളാണ് ഇവരെല്ലാം. അതുകൊണ്ട് ഭഗവാനോട് കളിച്ചാൽ ശരിയാവില്ല എന്നറിയാം. ഈ കൃഷ്ണൻ ആരാണെന്നറിയാം. അതുകൊണ്ട് കൃഷ്ണനെ വന്നപാടെ സ്വീകരിച്ച് സൽക്കരിക്കുന്ന വരുണനെയാണ് കാണുന്നത്, ഒരു സംശയവുമില്ലാതെ. അപ്പം അങ്ങനെ ഭഗവാനാണ് ഈ ലോകത്തിലെ സകല ഈശ്വരന്മാരെയും നിയന്ത്രിക്കുന്നത്. ഭഗവാൻ ഈശ്വരന്മാർക്കും ഈശ്വരനാണ്, ദേവന്മാർക്കും ദേവനാണ്, മഹാദേവനാണ്. ആ പരമാത്മാ തന്നെയാണ്, പരബ്രഹ്മം തന്നെയാണ് എന്ന് ഉറപ്പിക്കുകയാണ്. ഭീഷാസ്മാത് ബാധഃ പവതേ ഭീഷോദേതി സൂര്യ ഭീഷാസ്മാത് അഗ്നിശ്ച ഇന്ദ്രശ്ച മൃത്യുർധാവതി പഞ്ചമഃ എന്നൊക്കെയുള്ള വേദവാക്യങ്ങളെ കഥയിലൂടെ ഇവിടെ വ്യാഖ്യാനിക്കുകയാണ്. ഭഗവാന്റെ ലീലകളിലൂടെ അവതരിപ്പിക്കുകയാണ്. നമുക്ക് 28-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. തഥാ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ 28-തമോऽധ്യായः. ശ്രീശുക ഉവാച. ഏകാദശ്യാം നിരാഹാരः സമഭ്യർച്ച്യ ജനാർദ്ദനം സ്നാതും നന്ദസ്തു കാളിന്ദ്യാം ദ്വാദശ്യാം ജലമാവിശത്. ശ്രീശുക ഉവാച. ഏകാദശ്യാം നിരാഹാരः സമഭ്യർച്ച്യ ജനാർദ്ദനം സ്നാതും നന്ദസ്തു കാളിന്ദ്യാം ദ്വാദശ്യാം ജലമാവിശത്. ശ്രീശുക ഉവാച. ശ്രീശുക ബ്രഹ്മർഷി കഥ തുടരുന്നു, ഭഗവാന്റെ ലീലകൾ തുടരുന്നു. ഏകാദശ്യാം നിരാഹാരഃ സമഭ്യർച്ച്യ ജനാർദ്ദനം സ്നാതും നന്ദഃ തു കാളിന്ദ്യാം ദ്വാദശ്യാം ജലമാവിശത്. അപ്പോ നന്ദഃ തു നന്ദനാവട്ടെ. അപ്പൊ ഒരു ദിവസം നന്ദൻ ഏകാദശ്യാം നിരാഹാരഃ ഏകാദശി വ്രതം അനുഷ്ഠിച്ച് ആഹാരമൊന്നും കഴിക്കാത്തവനായിട്ട്. അപ്പോൾ ആ നന്ദന് നമ്മുടെ ആ ശാസ്ത്രങ്ങളിലും ആചാരങ്ങളിലും ഒക്കെയുള്ള നിഷ്ഠ, ശ്രദ്ധ, അതിനെ ഇവിടെ പ്രകാശിപ്പിക്കുകയാണ്. ഏകാദശി ദിവസം നിരാഹാരനായിരുന്ന് ആ നന്ദൻ ജനാർദ്ദനം സമഭ്യർച്ച്യ. ജനാർദ്ദനനെ, ഇവിടെ തൻ്റെ പുത്രനായിരിക്കുന്ന ജനാർദ്ദനൻ തന്നെയാണ്, പക്ഷെ അത് ഉത്തമ ബോധ്യമില്ലാത്തത് കൊണ്ട് മുമ്പ് എങ്ങനെയാണോ ഭഗവാൻ വിഷ്ണുവിനെ ആരാധിച്ചിരുന്നത് അതേപോലെ ഭഗവാനെ പതിവ് പോലെ തന്നെ ഭഗവാൻ മഹാവിഷ്ണുവിനെ, ജനാർദ്ദനൻ ജനങ്ങളുടെ ദുഃഖത്തെ നശിപ്പിക്കുന്നവൻ, ജനങ്ങളുടെ അജ്ഞാനത്തെ നശിപ്പിക്കുന്നവൻ, ദുഷ്ടജനങ്ങളെ നശിപ്പിക്കുന്നവൻ ഒക്കെയാണ് ജനാർദ്ദന ശബ്ദത്തിനർത്ഥം. അങ്ങനെയുള്ള മഹാവിഷ്ണുവിനെ സമഭ്യർച്ച്യ, സമ്യക് അഭ്യർച്ച്യ, നന്നായി പൂജിച്ചുകൊണ്ട്. കാരണം ഏകാദശിക്ക് ചെയ്യേണ്ടത് ഭഗവത് പൂജയാണ്. ഏകാദശ ഇന്ദ്രിയങ്ങളും ഭഗവത് സേവനത്തിൽ, ഭഗവത് ഉപാസനയിൽ ഉപവാസം ചെയ്യണം, അല്ലേ? ഏകാദശി എന്നുള്ളത് കൊണ്ട് ഏകാദശ ഇന്ദ്രിയങ്ങളും ഭഗവാന്റെ അടുത്ത് ഇരിക്കലാണ് ഉപവാസം. അതിന് തടസ്സമായിരിക്കുന്ന കർമ്മങ്ങളെല്ലാം ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. എന്നാൽ ഓരോരുത്തരും ഇവിടെ ഏകാദശി ആചരിക്കുന്നത് ഓരോ രീതിയിലാണ്. ചിലര് എന്താ പറയുക, സാധാരണ പതിവുള്ള ഭക്ഷണം മാറ്റി സ്പെഷ്യൽ ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ടാണ്. ചിലപ്പോൾ അത് കൂടുതൽ പ്രയാസം ഉള്ളതാക്കും, പണി കൂടുതലായിരിക്കും, അല്ലേ? കാരണം വീട്ടിൽ 2-3
തരത്തിലുള്ള പാചകമൊക്കെ വേണ്ടി വരും. ഏകാദശി ഇല്ലാത്തവർക്കുള്ള ഒരു പാചകം, ഉള്ളവർക്കൊരു പാചകം, പല രീതിയിലായി മാറും. അപ്പോൾ സാധാരണത്തിലും വെച്ച് അധിക സമയം അടുക്കളയിൽ വിനിയോഗിക്കേണ്ടി വരുന്നത്തെ അവസ്ഥയിൽ. അതുപോലെ ഏകാദശ ഇന്ദ്രിയങ്ങളെ കൊണ്ടും ഞാൻ ഇനി ചിലർ പട്ടിണി കിടന്നുകൊണ്ട് ഭഗവത് സ്മരണയ്ക്ക് പകരം വല്ല TV കണ്ടോണ്ടോ അല്ലേ അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ മുഴുകിക്കൊണ്ട് ഇരിക്കും. അതും കാര്യമില്ല. അപ്പോൾ പട്ടിണി കിടക്കുന്നതോ അല്ലെങ്കിൽ ഭക്ഷണം മാറിക്കഴിക്കുന്നതോ ഇന്ദ്രിയങ്ങളെ വേറെ ഏതെങ്കിലും കാര്യങ്ങളിൽ പ്രവർത്തിപ്പിക്കുന്നതോ അല്ല ഏകാദശി. ഏകാദശിയുടെ മുഖ്യ തത്വം ഏകാദശ ഇന്ദ്രിയങ്ങളെ കൊണ്ടും 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ് അഥവാ അന്ധകരണം, ഇതെല്ലാം കൊണ്ടും ഈശ്വര സ്മരണ ചെയ്യലാണ്, ഈശ്വരന്റെ അടുത്ത് ഇരിക്കലാണ് ഉപവാസം, ഉപാസന ഒക്കെ പറയുന്നത്. അപ്പോൾ അന്ന് പ്യുവറായിട്ട് ഇതിനു വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്യണം. ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ പ്രാരബ്ധം അനുസരിച്ച് നമ്മൾ സന്ധ്യാവേളകളിലോ നമ്മുടെ നിത്യ നൈമിത്തിക കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഈശ്വരനെ ഓർക്കുന്നു. ബാക്കി സമയം നമ്മൾ നമ്മുടെ കർമ്മങ്ങളിൽ മുഴുകുകയാണ്. ഭഗവാനെ ചിന്തിക്കണമെന്ന് നിർബന്ധമില്ല അങ്ങനെയുള്ള ആളുകൾക്ക്. എന്നാൽ ഈ ഏകാദശി ദിവസം ഭഗവാനെ ചിന്തിക്കലാണ്, ഭഗവാന്റെ അടുത്തിരിക്കലാണ്, ഭഗവത് സ്മരണയോടുകൂടി ഇരിക്കലാണ് മുഖ്യം. അതാണ് ഇവിടെ ജനാർദ്ദനം സമഭ്യർച്ച്യ, നമ്മുടെ അജ്ഞാനത്തെ നീക്കുന്നവനായ, നമ്മുടെ ദുഃഖങ്ങളെ നീക്കുന്നവനായ, ദുഷ്ടജനങ്ങളെ നിഗ്രഹിക്കുന്നവനായ ആ ജനാർദ്ദനെ വേണ്ട പോലെ ആരാധിച്ചിട്ട് പിന്നെന്ത് ചെയ്യണം? ദ്വാദശ്യാം കാളിന്ത്യാം സ്നാതും ജലം ആവശ്യത്ത്. ദ്വാദശി ഏകാദശി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ദ്വാദശിക്ക് മുഹൂർത്തത്തിന് മുമ്പായിട്ട് പാരണ ചെയ്യണം. അപ്പോൾ ചില ദിവസങ്ങളിൽ ദ്വാദശി എന്താ പറയുക ഉദയത്തോടുകൂടി കഴിയുന്ന മാതിരിയൊക്കെ ആയിരിക്കാം. അപ്പം നേരത്തെ പോയി കുളിക്കേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള ദിവസമായിരുന്നിരിക്കണം. നേരം പുലർന്നു കഴിഞ്ഞാൽ അധിക നേരം ദ്വാദശി ഇല്ലാത്ത ദിവസമായിരിക്കണം. അതുകൊണ്ട് വളരെ നേരത്തെ തന്നെ നമ്മുടെ നന്ദൻ ദ്വാദശ്യാം കാളിന്ത്യാം സ്നാതും, കാളിന്തിയിൽ സ്നാനം ചെയ്യുവാനായിക്കൊണ്ട് ജലം ആവശ്യത്ത്, ജലത്തിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ മുഹൂർത്തം തെറ്റിക്കരുത്, പാരണ അതിനു മുമ്പ് തന്നെ വേണം എന്നുള്ള ചിന്തയോടുകൂടി തൻ്റെ ഗൃഹത്തിൽ നിന്ന് മറ്റ് ഗോപന്മാരാരെങ്കിലുമൊക്കെ കൂട്ടിനുണ്ടാവും. നല്ല ഇരുട്ടത്താണ് കാളിന്തിയിൽ ചെന്ന് ഇറങ്ങി. അപ്പോൾ ബ്രാഹ്മ മുഹൂർത്തം പോലും ആയിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം അന്ന് കാലത്ത് അല്ലേ വാച്ചും ക്ലോക്കും സമയമറിയാനുള്ള ഉപകരണങ്ങളൊന്നുമില്ല. പ്രകൃതി ഉണരുമ്പോൾ മനുഷ്യൻ ഉണരുന്നു. ഇതിപ്പോൾ പ്രകൃതി ഉണരുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹം പോയിട്ട് സ്നാനം ചെയ്യാൻ പോയി. അപ്പം അതുകൊണ്ട് കൃത്യസമയം അറിഞ്ഞില്ല. അതുകൊണ്ട് ബ്രാഹ്മ മുഹൂർത്തം ആരംഭിച്ചിട്ടുണ്ടാവില്ല. ആസുര മുഹൂർത്തം, ബ്രാഹ്മ മുഹൂർത്തത്തിന് മുമ്പുള്ളതായിട്ടുള്ള സമയം രാത്രിയിൽ ആസുര മുഹൂർത്തം എന്ന് പറയും. ആസുര മുഹൂർത്തത്തിൽ ജലാശയങ്ങളിൽ ഇറങ്ങരുത് എന്നുകൂടി വിധിയുണ്ട്. അപ്പോൾ അത് ചിന്തിക്കാതെ തൻ്റെ ആ ഏകാദശി വ്രതത്തോടും ദ്വാദശി പാരണയോടുള്ളതായിട്ടുള്ള അതിയായിട്ടുള്ള ശ്രദ്ധ കാരണം അദ്ദേഹം വളരെ നേരത്തെ ചെന്ന് കാളിന്തിയിൽ ഇറങ്ങി. അതാണ് സംഭവിച്ചത്. അപ്പോൾ ആസുര മുഹൂർത്തത്തിൽ ചെന്നു കഴിഞ്ഞാൽ ആസുര ശക്തികൾ നമ്മളെ ഗ്രഹിക്കും. അതാണ് സംഭവിച്ചു എന്ന് പറയുന്നത്. തം ഗൃഹീത്വാനയദ്ഭൃത്യോ വരുണസ്യാസുരോന്തികം അവിജ്ഞായാസുരീം വേളാം പ്രവിഷ്ടം ഉദകം നിശീ. തം ഗൃഹീത്വാനയദ്ഭൃത്യോ വരുണസ്യാസുരോന്തികം അവിജ്ഞായാസുരീം വേളാം പ്രവിഷ്ടമുദകം നിശീ. അപ്പോൾ ഇവിടെ പ്രവിഷ്ടം ഉദകം നിശി, നിശി ഉദകം പ്രവിഷ്ടം. നിശി എന്ന് പറഞ്ഞാൽ രാത്രിയിൽ. അപ്പോൾ പുലർന്നിട്ടില്ല, ബ്രാഹ്മമുഹൂർത്തം പോലും ആയിട്ടില്ല എന്നർത്ഥമാണ്. നിശി ഉദകം പ്രവിഷ്ടം, രാത്രിയിൽ ജലത്തിലേക്ക് പ്രവേശിച്ചു. അവിജ്ഞായ ആസുരീം വേള, ആസുരീ വേളയാണ്, ആസുരീ സമയമാണിപ്പോ. ബ്രാഹ്മമുഹൂർത്തത്തിലേക്ക് കടന്നിട്ടില്ല, ജലാശയങ്ങളിൽ പ്രവേശിക്കേണ്ടതായിട്ട് സമയമായിട്ടില്ല എന്നറിയാതെ അവിജ്ഞായ, അവിജ്ഞായ നവിജ്ഞായ. അപ്പോൾ അവിജ്ഞായ ആസുരീം വേളാം ഉദകം പ്രവിഷ്ടം നിശി, രാത്രിയിൽ. അങ്ങനെയുള്ള
തം ആ നന്ദനെ വരുണസ്യ ഭൃത്യഃ ആസുരഃ, വരുണന്റെ ഒരു ആസുരനായ ഭൃത്യൻ, അല്ലെങ്കിൽ അസുരഃ ഭൃത്യഃ പറയാം. ഒരു അസുരനായിരിക്കുന്ന ഭൃത്യൻ എന്ത് ചെയ്തു? തം ഗൃഹീത്വ അന്തികം അനയത്, വരുണസ്യ അന്തികം അനയത്, അവനെ നന്ദഗോപനെ പിടിച്ചുകൊണ്ട് വരുണലോകത്തിലേക്ക് കൊണ്ടുപോയി വരുണന്റെ അടുത്തേക്ക് നയിച്ചു എന്നാണ്. വരുണസ്യ അന്തികം, അന്തികം സമീപം, അനയത് നയിച്ചു. അപ്പോ ഒരു അസുര ഭൂതം വരുണന്റെ ഭൃത്യനായിരിക്കുന്ന ആള് ഇദ്ദേഹത്തെ ആസുര മുഹൂർത്തത്തിൽ ജലത്തിൽ പ്രവേശിച്ചപ്പോൾ വരുണലോകത്തേക്ക് പിടിച്ചുകൊണ്ടുപോയി വരുണന്റെ അടുത്തേക്ക് കൊണ്ടുപോയി ഏൽപ്പിച്ചു. അപ്പോ എന്തായാലും ഭഗവത് ഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി പ്രവേശിച്ചതാണ്. അദ്ദേഹത്തിന് ആ ഒരു ധൈര്യം ഉണ്ട്, ഭഗവാൻ രക്ഷിക്കും എന്നുള്ള ധൈര്യമുണ്ട്. അങ്ങനെ ചെന്നതാണ്. പക്ഷേ വിപരീതമായിട്ട് സംഭവിച്ചു. ഇതെന്തിനു വേണ്ടി? ഭഗവാന്റെ മാഹാത്മ്യം നന്ദന് നേരിട്ട് ഭഗവാൻ കാണിച്ചു കൊടുക്കാൻ ഉദ്ദേശിച്ച് തന്നെ ആയിരിക്കണം ഇങ്ങനെയൊക്കെയുള്ള ലീലകൾ. ആരാണ് തൻ്റെ പുത്രനായി വന്നിരിക്കുന്നത്? ഗർഗൻ പറഞ്ഞ അല്ലേ, ഒരു സെക്കൻഡ് ഹാൻഡ് നോളജേ ഉള്ളൂ, പരോക്ഷജ്ഞാനം എന്ന് പറയും. ഗുരു ഉപദേശിച്ച ജ്ഞാനം അത് സ്വന്തം അനുഭവമായി തീരണം. അതിനാണ് നമ്മളൊക്കെ ആധ്യാത്മികമായിട്ടുള്ള സാധനകളൊക്കെ ചെയ്യുന്നത്, ശ്രവണ മനന നിധിധ്യാസനാദികളൊക്കെ ചെയ്യുന്നത്. ഗുരു ഉപദേശിച്ചതിനെ നമ്മുടെ അനുഭവമാക്കി മാറ്റണം. ഇവിടെ ഗർഗൻ എന്നൊരു മഹാഗുരു ഈ കൃഷ്ണനെ സംബന്ധിച്ച് നന്ദഗോപർക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് ബോധ്യം വരണമല്ലോ. ഇപ്പോൾ കഴിഞ്ഞ 26-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു, നന്ദൻ ഈ ഗോപന്മാരെല്ലാം ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞത് ഗർഗ മഹർഷി ഇങ്ങനെ പറഞ്ഞു എന്നാ പറയുന്നത്. നമ്മളും ഇപ്പോൾ എന്താ പറയുക, പല കാര്യങ്ങൾ, ആധ്യാത്മിക കാര്യങ്ങൾ ആരെങ്കിലുമൊക്കെ ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? ശങ്കരാചാര്യർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വ്യാസൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അല്ലേ, വാൽമീകി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എഴുത്തച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പഠിച്ച ഗ്രന്ഥങ്ങളെ നമ്മൾ കോട്ട് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ കഴിയണം. അത് കഴിഞ്ഞവരാണ് രാമകൃഷ്ണ പരമഹംസരും രമണ മഹർഷിയും നാരായണ ഗുരുദേവനും അതുപോലെയുള്ള മഹാപുരുഷന്മാർ. അവരവരുടെ അനുഭവത്തിൽ നിന്നാണ് ഉപദേശങ്ങൾ കൊടുത്തത്. അവരുടെ വാക്കുകൾ തന്നെ സ്വയം വേദങ്ങളായി മാറുകയാണ്. അപ്പൊ അതുപോലൊരു അനുഭവം ഇവിടെ നന്ദനും ഭഗവാനെ കുറിച്ച് നേരിട്ട് കൊടുക്കാൻ ഭഗവാൻ തീരുമാനിച്ചു. ഇനി നന്ദൻ അത് വന്ന് പറയുന്നുണ്ട്, ഞാൻ കണ്ടു, ഞാനേ കണ്ടുള്ളൂ എന്ന് പറയാൻ പോകുന്നുണ്ട്. അപ്പൊ മുമ്പ് പരോക്ഷമായി തനിക്ക് ഗർഗൻ ഉപദേശിച്ചതിനെ കോട്ട് ചെയ്തു. ഇപ്പൊ തന്നിപ്പോ ആരെയും കോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, സ്വന്തം പ്രത്യക്ഷമായിട്ടുള്ള അനുഭവമാണ് നന്ദൻ പറയാൻ പോകുന്നത്. അപ്പൊ അതിലേക്കുള്ള എന്താ പറയുക, നന്ദനെ ഇതുവരെ ഉള്ള ഓരോ ലീലകളിലൂടെ ഭഗവാൻ പാകപ്പെടുത്തിയിരുന്നു. ഇപ്പൊ നന്ദൻ ഭഗവാന്റെ മഹത്വം കാണാനുള്ള യോഗ്യനായി കഴിഞ്ഞു. ആ മഹത്വം നേരിൽ കാണുകയാണ്. അപ്പൊ അതിനുള്ള ഭഗവാന്റെ ഒരു പശ്ചാത്തലം ഒരുക്കലായിട്ട് ഈ ലീലയെ കണ്ടാൽ മതി. ഭഗവാന്റെ ഇച്ഛയാണ് ഇവിടെ നന്ദന് ഇങ്ങനെ സംഭവിക്കാൻ കാരണം. തം ഗൃഹീത്വാനയദ്ഭൃത്യോ വരുണസ്യാസുരോന്തികം അവിജ്ഞായാസുരീം വേളാം പ്രവിഷ്ടമുദകം നിശി ചുക്രുശുസ്തം അപശ്യന്തഃ കൃഷ്ണരാമേതി ഗോപകാഃ ഭഗവാൻ തദുപസൃത്യ പിതരം വരുണാഹൃതം തദന്തികം ഗതോ രാജൻ സ്വാനാം അഭയദോ വിഭുഃ ചുക്രുശുസ്തം അപശ്യന്തഃ കൃഷ്ണരാമേതി ഗോപകാഃ ഭഗവാൻ തദുപസൃത്യ പിതരം വരുണാഹൃതം തദന്തികം ഗതോ രാജൻ സ്വാനാം അഭയദോ വിഭുഃ. ചുക്രുശുഃ
തം അപശ്യന്തഃ ആരാ? ഗോപകാഹ. അപ്പോൾ ഈ നന്ദനെ അനുഗമിച്ചിരുന്ന ഗോപന്മാരുണ്ടാവും. ആ ഗോപന്മാര് തം അപശ്യന്തഃ, അവനെ കാണാതായിട്ട്, നന്ദനെ കാണാതായിട്ട്, നന്ദൻ വെള്ളത്തിലിറങ്ങി മുങ്ങിപ്പോയി, ആളുടെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. അപ്പൊ തം അപശ്യന്തഃ ഗോപകാഹ ചുക്രുഷു. ചുക്രുഷു എന്ന് പറഞ്ഞാലോ ആക്രോശിച്ചു, നിലവിളിച്ചു എന്നൊക്കെ അർത്ഥം. എന്ത് നിലവിളിച്ചു? കൃഷ്ണ രാമ ഇതി. കൃഷ്ണനെയും രാമനെയും അഭയം പ്രാപിച്ചുകൊണ്ട്, അവരെ വിളിച്ചുകൊണ്ട്, രക്ഷിക്കാനായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട്, അച്ഛനെ കാണാതായി, അച്ഛനെ രക്ഷിക്കണം, നിങ്ങൾക്കേ അതിന് കഴിവുള്ളൂ, ഞങ്ങളൊക്കെ സാധാരണ പ്രാകൃത പുരുഷന്മാരാണ്, ഞങ്ങൾക്ക് അതിനുള്ള ശക്തിയില്ല, അച്ഛൻ എന്ത് സംഭവിച്ചാലും രക്ഷിക്കാനുള്ള കഴിവുള്ള ആളാണ് അങ്ങ് എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണനെ ശരണം പ്രാപിച്ചു. രാമനെയും ബലരാമനെയും വിളിച്ചുകൊണ്ട് കൃഷ്ണ രാമേതി ഗോപകാഹ ചുക്രുഷുഹു. കൃഷ്ണ രാമ എന്ന് ഗോപകന്മാര് ക്രോശിച്ചു, ആക്രോശിച്ചു. ഭഗവാൻ തതുപസൃത്യ പിതരം വരുണാഹൃതം തദന്തികം ഗതോ രാജൻ സ്വാനാം അഭയദോ വിഭു. ഭഗവാൻ തതുപസൃത്യ, ഭഗവാൻ അത് കേട്ടു. ഇവരെല്ലാം ഭഗവാന്റെ അടുത്തേക്ക് ഓടിയെത്തി. അപ്പോഴേക്കും ഗൃഹത്തിൽ ഉറക്കം കഴിഞ്ഞ് എണീക്കലേ ഉണ്ടാവുള്ളൂ ഭഗവാൻ. ആ ഭഗവാനെ ഇവരെല്ലാം കൂടി പോയി വിളിച്ചുണർത്തി. ഇങ്ങനെ സംഭവിച്ചു എന്ന്. പിതരം വരുണാഹൃതം, പിതാവിനെ വരുണനാൽ ആഹരിക്കപ്പെട്ടിരിക്കുന്നു. ഇവർക്കറിയില്ല വരുണാഹൃതം എന്ന്. ഇവർ പറഞ്ഞു കാണാതായി എന്ന്. ഭഗവാൻ മനസ്സിലാക്കി ഇത് വരുണാഹൃതം എന്ന്. അപ്പൊ പിതാവ് വരുണാഹൃതനാണെന്ന് മനസ്സിലാക്കിയ ഭഗവാൻ തദന്തികം ഗതഃ. ഹേ രാജൻ, അല്ലയോ പരീക്ഷിത്തെ, ആ വരുണന്റെ അന്തികം ഗതഃ എന്നാണ് അവിടെ. അപ്പൊ അതിന് എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും ഭഗവാൻ? അച്ഛൻ എവിടെയാണോ കുളിക്കാൻ ഇറങ്ങിയത് അതേ സ്ഥാനത്ത് ചെന്ന് ആ കാളിന്തിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. ഇറങ്ങി അച്ഛൻ പോയ അതേ വഴിക്ക് വരുണലോകത്തിലേക്ക് ഭഗവാൻ പോയിട്ടുണ്ടാവുന്നതാണ്. തദന്തികം ഗതഃ രാജൻ, വരുണസ്യ അന്തികം ഗതഃ. എന്തിനു വേണ്ടി ഭഗവാൻ ഇറങ്ങിയത്? സ്വാനാം അഭയദഃ വിഭു. സ്വാനാം സ്വകീയാനാം, തന്റെ കൂട്ടുകാരായ, തന്റെ ബന്ധുക്കളായ എല്ലാവർക്കും അഭയദനാണ് ഭഗവാൻ. സർവശക്തനാണ്, വിഭുവാണ്. അപ്പോ തന്റെ കൂട്ടുകാരും ബന്ധുക്കളുമായിട്ടുള്ള ഗോപന്മാർക്കും, തന്റെ അമ്മമാർക്കും, മറ്റു ബന്ധുക്കൾക്കും എല്ലാവർക്കും ആശ്വാസം കൊടുക്കാനായി, എല്ലാവർക്കും അഭയം കൊടുക്കാനായി കൊണ്ട് ശക്തനായിട്ടുള്ള ഭഗവാൻ, വിഭുവായ ഭഗവാൻ തദന്തികം ഗതഃ, വരുണസ്യ അന്തികം ഗതഃ എന്നർത്ഥം. അപ്പൊ എന്തായാലും തന്റെ ഭക്തന്മാരെ, തന്റെ ബന്ധുക്കളെ, തന്നെ ആശ്രയിച്ചവരെ ഉപേക്ഷിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പൊ ഭഗവാൻ രക്ഷകനാണ്. എപ്പോഴും ഭഗവാനെ അവർ രക്ഷകനായി കാണുന്നു. അതുകൊണ്ട് ഭഗവാൻ തന്റെ ധർമ്മം രക്ഷയാണ്, അഭയം കൊടുക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടി ഭഗവാൻ ഇറങ്ങിത്തിരിച്ചു. പ്രാപ്തം വീക്ഷ്യ ഹൃഷീകേശം ലോകപാലഃ സപര്യയാ മഹത്യാ പൂജയിത്വാഹ തദ്ദർശന മഹോത്സവഃ. പ്രാപ്തം വീക്ഷ്യ ഹൃഷീകേശം ലോകപാലഃ സപര്യയാ മഹത്യാ പൂജയിത്വാഹ തദ്ദർശന മഹോത്സവഃ. പ്രാപ്തം ഹൃഷീകേശം വീക്ഷ്യ ലോകപാലഃ തദ്ദർശന മഹോത്സവഃ മഹത്യാ സപര്യയാ പൂജയിത്വാ ആഹ. വരുണൻ ഭഗവാനെ സൽക്കരിക്കുന്നതും ഭഗവാനോട് സംസാരിക്കുന്നതും ആരംഭിക്കുകയാണ്. പ്രാപ്തം ഹൃഷീകേശം വീക്ഷ്യ, ഋഷികേശനായ ഭഗവാൻ, ശ്രീകൃഷ്ണനായ ഭഗവാൻ തൻ്റെ അടുത്തേക്ക് പ്രാപിച്ചിരിക്കുന്നതിനെ കണ്ടിട്ട്. ഋഷികേശൻ ഋഷികാണാം ഈശഃ, ഇന്ദ്രിയാണാം ഈശഃ അല്ലേ? അപ്പോ വരുണനും നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ദേവനാണ്, ദേവതയാണ്. അദ്ദേഹത്തിനും ഈശനാണ് ഭഗവാൻ. വരുണൻ മുതലായിട്ട് ദേവന്മാരൊക്കെ നമ്മുടെ ഓരോരോ ഇന്ദ്രിയങ്ങളുടെ നായകന്മാരാണ്, ദേവതകളാണ് എന്ന് പറയാം. അവരെ നിയന്ത്രിക്കുന്നവനായ ഈശൻ ഋഷികേശൻ തൻ്റെ അടുത്തേക്ക് പ്രാപ്തമായിരിക്കുന്നതിനെ കണ്ടിട്ട് വീക്ഷ്യ ലോകപാലഃ, ലോകപാലന്മാരിൽ ഒരാളാണ് വരുണൻ, അഷ്ടദിക്പാലകന്മാരിൽ ഒരാളാണ് വരുണൻ. അങ്ങനെയുള്ള ലോകരക്ഷകനായിട്ടുള്ള വരുണൻ തദ്ദർശന മഹോത്സവഃ,
ഭഗവാനെ ദർശിച്ചതും എന്തെന്നില്ലാത്ത സന്തോഷം, ഉത്സവം ഉണ്ടായി, പരിഭ്രമമുണ്ടായി. അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള വ്യഗ്രതയായിരുന്നു. അങ്ങനെ തദ്ദർശന മഹോത്സവ, മഹാസന്തോഷത്തോടു കൂടിയവനായി മഹത്യാ സപര്യയാ പൂജയിത്വ, മഹതിയായ സപര്യ കൊണ്ട് പൂജിച്ചിട്ട്. സപര്യ എന്നാൽ പൂജ തന്നെയാണ്. അപ്പോൾ ഏറ്റവും നല്ല രീതിയിലുള്ള പൂജ എന്ന് വെച്ചാൽ ഭഗവാനെ എങ്ങനെ സ്വീകരിക്കണം, അല്ലെ, താലപ്പൊലികളും വാദ്യഘോഷങ്ങളും ഒക്കെ ആയിട്ട് ഭഗവാനെ സ്വീകരിച്ചിട്ടുണ്ടാവും. ഏറ്റവും ഉത്തമമായ ആസനം കൊടുത്തിരുത്തി കാല് കഴുകിച്ച് അങ്ങനെ അർഘ്യപാദ്യാദികളൊക്കെ സമർപ്പിച്ച് നൈവേദ്യങ്ങളൊക്കെ സമർപ്പിക്കുന്ന ആ രീതിയിൽ തന്നെ തന്റെ ഗൃഹത്തിലേക്ക് ആഗതനായ ഭഗവാനെ ആ മഹത്തായ പൂജ കൊണ്ട് വരുണൻ സൽക്കരിച്ചു. മഹത്യാ സപര്യയാ പൂജയിത്വ ആഹ, ഇങ്ങനെ പറഞ്ഞു. അപ്പോ വരുണന്റെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള എന്താ പറയുക പ്രതിരോധമായിട്ടുള്ള പ്രവൃത്തികളും ഉണ്ടായിട്ടില്ല. ആകെ പരവശനായിട്ട്, ഭക്തിപരവശനായിട്ട് ഭഗവാനെ സൽക്കരിക്കുകയാണ് ഉണ്ടായത്. കാരണം വരുണന് നല്ല ബോധ്യമുണ്ട് ആരാ വന്നിരിക്കണത് എന്ന്. വെറും ഒരു ഗോപാലനല്ല, തങ്ങളുടെയൊക്കെ നായകനാണ്, രക്ഷകനാണ്, എല്ലാ ലോകങ്ങളുടെയും ഒറിജിനൽ പാലകൻ അദ്ദേഹമാണ്. നമ്മളൊക്കെ വെറും ബിനാമികൾ മാത്രമാണ്. ഭഗവാൻ ഏൽപ്പിച്ചതായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഭഗവാനാണ് എല്ലാറ്റിനും ഉപരിയായിരിക്കുന്നവൻ. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നുള്ള അറിവോടുകൂടി മഹത്തായ പൂജ കൊണ്ട് സൽക്കരിച്ച് ആഹാ. ഇനി വരുണന്റെ വാക്കുകളാണ്. അദ്യമേ നിവൃതോ ദേഹോ അദ്യൈവാർത്ഥോധിഗത പ്രഭോ അക്ഷ്ണോർവാചശ്ച സാഫല്യം തവ മേ ദർശനാദ്വിഭോ ത്വൽപാദഭാജോ ഭഗവൻ അവാപുഃ പാരമദ്വനഃ. അദ്യമേ നിഭൃതോ ദേഹോ അദ്യൈവാർത്ഥോധിഗത പ്രഭോ അക്ഷ്ണോർവാചശ്ച സാഫല്യം തവ മേ ദർശനാദ് വിഭോ ത്വൽപാദഭാജോ ഭഗവൻ അവാപ് പാരമദ്വനഃ. അപ്പോ അദ്ദേഹം ഭഗവാനോട് പറയുന്നത് തന്റെ ജന്മം സഫലമായി, തന്റെ ഇന്ദ്രിയങ്ങളുടെയൊക്കെ പരമമായ സാഫല്യം ലഭിച്ചിരിക്കുന്നു, ധന്യധന്യനായി എന്നാണ് ഭഗവാന്റെ ആഗമനത്തെ അദ്ദേഹം സ്വാഗതം ചെയ്യുന്നത്. ഹേ പ്രഭോ, അല്ലയോ സ്വാമിൻ, ഞങ്ങളുടെയൊക്കെ ബോസല്ലേ അങ്ങ്. ഒരു വരി കുറവുണ്ടോ? അക്ഷ്ണോർ വാചശ്ച സാഫല്യം തവമേ ദർശനാദിഭോ, അല്ലേ? ആ ഒരു വരി ഇല്ല. അക്ഷ്ണോർ വാചശ്ച സാഫല്യം തവമേ ദർശനാദിഭോ. സാരമില്ല, ഇരിക്കട്ടെ, അധികം ഇരിക്കട്ടെ ഒരു ശ്ലോകം. ഇല്ലെങ്കിലും കുഴപ്പമില്ല. അർത്ഥം 2 ശ്ലോകങ്ങളിൽ ഉള്ളതിനെ ഒന്നുകൂടെ കൂടുതൽ വർണ്ണിക്കുകയാണ്, കൂടുതൽ എന്താ പറയുക കളർഫുള്ളാക്കുകയാണ്. 1-2 സ്ട്രോക്ക് കൂടെ അധികം കൊടുത്തു. ആശയമൊന്നും ഇവിടെ മാറുന്നില്ല, അല്ലേ? ഒരു ചിത്രം വരയ്ക്കുമ്പോൾ ആ ചിത്രത്തിൽ ചില ഭാഗങ്ങളിൽ കളർ കൊടുത്തത് പോരാ എന്ന് തോന്നുമ്പോൾ ഒന്നുകൂടെ അതിന് കളർഫുള്ളാക്കും, അല്ലേ? അതുപോലെ ഇവിടെ കുറച്ചുകൂടി ആശയത്തെ ഒന്നുകൂടെ ക്ലിയർ ആക്കുകയാണ് ചെയ്തത്. അക്ഷ്ണോഹോ വാചശ്ച സാഫല്യം തവമേ ദർശനാ വിഭോ. ബാക്കി വരികളുണ്ട്. അദ്യമേ നിവൃതോ ദേഹോ അദ്യൈവാർത്ഥോ അധിഗത പ്രഭോ ത്വൽപാദഭാജോ ഭഗവൻ അവാപുഃ പാരമദ്വനഃ. ഇത് പഴയ ബുക്കിൽ ഇല്ലാന്നുണ്ടോ? പുതിയ ബുക്കിലുണ്ട്. പുതിയ ബുക്കിൽ ഒരു വരിയേ കുറവുള്ളൂ.
ഉണ്ടല്ലോ, പഴയ ബുക്കിലും ഉണ്ട്. ഒരു വരി മാത്രമേ കുറവുള്ളൂ. അതായത് അദ്യമേ നിവൃതോ ദേഹോ അദ്യൈവാർത്തോ അധിഗത പ്രഭോ ത്വൽപാദബാജോ ഭഗവൻ അവാപു പാരമദ്വനഃ. ഈ 2 വരികൾ ഉണ്ട്. ഇതിന്റെ ഇടയിലാണ് ഒരു വരി കൂടി ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അക്ഷ്ണോർ വാചശ്ച സാഫല്യം തവമേ ദർശനാദ്വിപോ. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്താ അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോ ഹേ പ്രഭോ അദ്യ മേ ദേഹ നിവൃത. അല്ലയോ പ്രഭോ സ്വാമിൻ, അദ്യ ഇന്ന് മേ ദേഹ എന്റെ ശരീരം നിവൃത. നിവൃത നിതരാം വൃത, നല്ലതുപോലെ ധരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാലോ അതിന്റെ പ്രയോജനമായി എന്നർത്ഥമാണ്. എന്റെ ദേഹം ധരിച്ചതിന് ഉള്ളതായുള്ള പ്രയോജനം എനിക്ക് ഇന്നാണ് ബോധ്യം വന്നത്. ഇന്ന് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അല്ലെങ്കിൽ എനിക്ക് എന്തിന് ഈ ശരീരം കിട്ടി എന്ന് പലപ്പോഴും ശങ്കിച്ചിട്ടുണ്ടാവും. ഇപ്പം എനിക്ക് ബോധ്യമായി. എൻ്റെ ഈ ശരീരധാരണത്തിൻ്റെ മുഖ്യമായിട്ടുള്ള പ്രയോജനം എന്നുള്ളത് ഈ ഭഗവാനുമായിട്ട് നേരിൽ കാണുക എന്നുള്ളതാണ്. ഈ ഭഗവാനെ നേരിൽ കാണാനുള്ളതായിട്ടുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. അതുകൊണ്ട് എൻ്റെ ഈ ശരീരധാരണം ഫുൾഫിൽഡ് എന്നർത്ഥമാണ് നിവൃത എന്നുള്ള വാക്കിലർത്ഥം. നിതരാം വൃത എന്ന് വെച്ചാലോ വെൽ ഡൺ എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതുപോലെ വേണ്ടതുപോലെയായി. അപ്പോ അദ്യമേ നിവൃതോ ദേഹ അദ്യൈവ അർത്ഥോ അധിഗത പ്രഭോ. ഹേ പ്രഭോ അദ്യൈവ ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ, മേ അർത്ഥ അധിഗത. അർത്ഥം എന്ന് പറഞ്ഞാൽ എൻ്റെ ജന്മത്തിന്റെ പ്രയോജനം. അർത്ഥ എന്നുള്ളത് കൊണ്ട് പ്രയോജനം അല്ലെങ്കിൽ ഏറ്റവും വലിയ ധനം അധികത പ്രാപിക്കപ്പെട്ടു. അർത്ഥത്തിന് ധനമെന്നും പ്രയോജനമെന്നും അർത്ഥം, 2 അർത്ഥവും ഇവിടെ ചേരും. എൻ്റെ ജന്മത്തിന്റെ പരമമായ അർത്ഥം അഥവാ പുരുഷാർത്ഥം പോലുമായി. അവിടെ അർത്ഥശബ്ദത്തിന് ഭൗതികങ്ങളായ നേട്ടങ്ങളും അതുപോലെ പരമപുരുഷാർത്ഥവും 2 അർത്ഥത്തിലും അർത്ഥശബ്ദം പ്രയോഗിക്കാം. അതുമാത്രമല്ല ധനം എന്നുള്ള അർത്ഥത്തിൽ എനിക്കിന്ന് ഏറ്റവും വലിയ ധനം കിട്ടിയ ദിവസമാണ്. വരുണന്റെ കയ്യിൽ ധനത്തിന് വല്ല കുറവുണ്ടോ എന്ന് ചോദിച്ചാൽ വരുണൻ രത്നാകരമാണ്, അല്ലേ? എല്ലാ രത്നങ്ങളും വരുണന്റെ അടുത്താണ് സംഭരിച്ചിരിക്കുന്നത്. അപ്പൊ ധനത്തിന് ഒരു കുറവുമില്ലാത്ത ആളാണ് വരുണൻ. പക്ഷെ ആ ധനമൊന്നും ഒരു ധനമല്ല. അങ്ങയുടെ സാമീപ്യമാണ്, അങ്ങയുടെ ദർശനമാണ് ജീവിതത്തിലേക്ക് വെച്ച് ഏറ്റവും വിലപിടിച്ച ധനം. ഇത് എനിക്ക് ജന്മസാഫല്യം നൽകുന്ന ഒരു ദർശനമാണ്. ഇങ്ങനെ ആ അർത്ഥശബ്ദത്തിന് ഒരുപാട് വ്യാഖ്യാനിക്കാവുന്നതാണ്. അപ്പൊ അതാണ് അദ്യൈവ ഇന്ന് തന്നെ മേ അർത്ഥ അധിഗത പ്രഭോ. എന്റെ ജന്മത്തിന് വേണ്ടതായിട്ടുള്ള എല്ലാം ലഭിച്ചിരിക്കുന്നു. പരമപുരുഷാർത്ഥം വരെ പ്രാപിച്ചതുപോലെയായി. ത്വൽപാദബാജോ ഭഗവൻ അവാബു പാരമദ്വനഃ. ഹേ ഭഗവൻ ത്വൽപാദബാജ, അങ്ങയുടെ പാദത്തെ ഭജിക്കുന്നവർ, സേവിക്കുന്നവർ, അവര് അദ്വനഃ പാരം അവാബു, അവര് അദ്വാവിന്റെ മാർഗത്തിന്റെ പാരം, മറുകര. നമ്മുടെ ജീവിതം ഒരു മാർഗത്തിലൂടെയുള്ള സഞ്ചാരമാണ്, അല്ലെ? ഒരു കാട്ടിലൂടെ. വലിയൊരു കാട്ടിൽ അകപ്പെട്ടു ഞാനും വഴിയും കാണാതെ ഉഴലുമ്പോൾ, അല്ലെ? അങ്ങനെ ഉഴലുകയാണ് നമ്മൾ. അദ്വനഃ പാരം, അദ്വാവിന്റെ പാരം. അദ്വാ എന്ന് പറഞ്ഞാൽ വഴി, മാർഗം. അപ്പോ അതെന്താണ്? പാരം കാണുക എന്ന് പറഞ്ഞാൽ ഒരു കരയ്ക്കെത്തുക എന്ന് പറയില്ലേ നമ്മൾ, അത് തന്നെയാണ്. സംസാര സാഗരത്തിന്റെ അല്ലെങ്കിൽ സംസാരമാകുന്ന കൊടുങ്കാടിന്റെ മറുകരയ്ക്കെത്തി, രക്ഷപ്പെട്ടു എന്ന് വെച്ചാൽ മോക്ഷപ്രാപ്തി തന്നെയാണത്. എല്ലാ ദുഃഖങ്ങളിൽ നിന്നും ആത്യന്തികമായിട്ടുള്ള നിവൃത്തി. അതാണ് അദ്വനഃ പാരം അവാപു. അങ്ങയുടെ പാദത്തെ ഭജിക്കുന്നവർ പരമമായ ആ സ്ഥാനത്തെ പ്രാപിക്കുന്നു, എല്ലാ ദുഃഖങ്ങളെയും തരണം ചെയ്യുന്നു. തരതി ശോകം ആത്മവിത്ത് എന്ന് ഉപനിഷത്ത് പറയും. തരതി ശോകം ആത്മവിത്ത്, ആത്മവിത്ത് ശോകം തരതി. മുണ്ടകോപനിഷത്തിൽ വരുന്ന ഒരു മന്ത്രമാണ്. തരതി ശോകം ആത്മവിത്ത്.
ആത്മജ്ഞാനം നേടിയവൻ എല്ലാ ശോകങ്ങളെയും തരണം ചെയ്യുന്നു. അത് തന്നെയാണ് ഇവിടെ ഭഗവത് ഭക്തന്മാർ ത്വൽപാദവാചഃ അദ്വനഃ പാരം അവാപുഃ. ജീവിതമാർഗത്തിൻ്റെ സംസാര സാഗരത്തിൻ്റെ മറുകരയെ പ്രാപിക്കുന്നു. അപ്പൊ ഇത് രണ്ട് വരികളുടെ അർത്ഥം. അതിൻ്റെ ഇടയിലാണ് അക്ഷ്ണോർ വാചശ്ച സാഫല്യം തവ മേ ദർശനാത് വിഭോ. വിഭോ, ഹേ വിഭോ, അല്ലയോ സർവവ്യാപിൻ സർവശക്ത, തവ ദർശനാത്, അങ്ങയുടെ ദർശനം കൊണ്ട്, മേ അക്ഷ്ണോഹോ, എൻ്റെ രണ്ട് കണ്ണുകളുടെയും, വാചശ്ച, എൻ്റെ വാക്കിൻ്റെയും, സാഫല്യം, അതിൻ്റെ പൂർത്തി, അതിൻ്റെ പൂർണ്ണ പ്രയോജനം ഇന്ന് ഞാൻ അടഞ്ഞു. അപ്പോൾ ഇത് മാത്രം ഒരു അഡീഷണൽ ആയിട്ട് എൻ്റെ കണ്ണുകൾക്കും എൻ്റെ വാക്കിനും ഇതാ പരിപൂർണമായിട്ടുള്ള സാഫല്യമുണ്ടായിരിക്കുന്നു. ഇതില്ലെങ്കിലും മറ്റേ രണ്ട് വരികളിൽ ആശയം പൂർണ്ണമാണ്, വ്യക്തമാണ്. ഒന്നുകൂടെ ഒരു അഡീഷണൽ ഡെക്കറേഷൻ കൊടുത്തതാണിത്. അക്ഷ്ണോർ വാചശ്ച സാഫല്യം തവ മേ ദർശനാത് വിഭോ. തവ ദർശനാത് ഹേ വിഭോ മേ അക്ഷ്ണോഹോ വാചഃ ച സാഫല്യം ഗതം. സാഫല്യത്തെ പ്രാപിച്ചിരിക്കുന്നു. അപ്പം അതുകൊണ്ട് പരിഭ്രമിക്കാനൊന്നുമില്ല. ഒരു വരിയില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ആശയം വളരെ വ്യക്തമാണ്. അദ്യമേ നിവൃതോ ദേഹോ അദ്യൈവാർത്ഥോ അധിഗതഃ പ്രഭോ അക്ഷ്ണോർവാചശ്ച സാഫല്യം തവ മേ ദർശനാത് വിഭോ ത്വൽപാദഭാജോ ഭഗവൻ അവാപുഃ പാരമദ്വനഃ. ഇതാണ് ഏറ്റവും വലിയ പ്രയോജനം. അവസാനത്തെ വരിയാണ് ഏറ്റവും വലിയ പ്രയോജനം. അങ്ങയുടെ പാദം ഭജിക്കുന്നവർ, പാദസേവ ചെയ്യുന്നവർ ആ അദ്വാവിൻ്റെ സംസാരത്തിൻ്റെ പാരം ഗമിക്കുന്നു. നമസ്തുഭ്യം ഭഗവതേ ബ്രഹ്മണേ പരമാത്മനി നയത്ര ശ്രൂയത്തെ മായാ ലോകസൃഷ്ടിവികൽപ്പന. നമസ്തുഭ്യം ഭഗവതേ ബ്രഹ്മണേ പരമാത്മനെ നയത്ര ശ്രൂയത്തെ മായാ ലോകസൃഷ്ടിവികൽപ്പന. ഭഗവതേ തുഭ്യം നമഃ. അല്ലയോ ഭഗവാനെ, സർവൈശ്വര്യ പരിപൂർണനായിരിക്കുന്നവനെ, അങ്ങേക്ക് നമസ്കാരം. അങ്ങേക്ക് വേറെന്താ ചെയ്യാനുള്ളത് നമസ്കാരമല്ലാതെ? ബ്രഹ്മണേ തുഭ്യം നമഃ. ബ്രഹ്മസ്വരൂപമായിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. സച്ചിദാനന്ദ ബ്രഹ്മം തന്നെയാണ് അങ്ങ്. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ പരമകാരണമാണ് അങ്ങ്. അങ്ങനെയുള്ള അങ്ങയ്ക്ക് നമസ്കാരം. പരമാത്മനെ, എല്ലാറ്റിൻ്റെയും ആത്മാവായിരിക്കുന്ന അങ്ങയ്ക്ക്, ഈ ലോകത്തിന് മുഴുവൻ അസ്തിത്വം കൊടുക്കുന്നത് അങ്ങാണ്. അങ്ങനെയുള്ള ഈ ലോകത്തെ മുഴുവൻ സസ്റ്റെയിൻ ചെയ്യുന്നവനായ അങ്ങയ്ക്ക് നമസ്കാരം. അപ്പൊ ഭഗവതേ ബ്രഹ്മണേ പരമാത്മനെ തുഭ്യം നമഃ. ഇനി ഭഗവാനിൽ എന്തില്ല? മായ ബാധിക്കുന്നില്ല. അതാണ് ലോകസൃഷ്ടി വികൽപ്പന മായ യത്ര ന ശ്രൂയത്തെ. യത്ര, ഏതൊരുവനിൽ, ഏതൊരു ഭഗവാനിൽ, മായ ന ശ്രൂയത്തെ. മായയുടെ യാതൊരു തരത്തിലുള്ള പ്രഭാവവും പ്രകൃതിയുടെ ധർമ്മങ്ങൾ ഒന്നും തന്നെ ന ശ്രൂയതേ, കേൾക്കുന്ന പോലുമില്ല, ശ്രവിക്കപ്പെടുന്നില്ല. എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ ഈ മായയുടെ യാതൊരു പ്രഭാവവും പ്രവർത്തിക്കുന്നില്ല. ഭഗവാൻ മായാതീതൻ, മായാനാഥൻ. മായയുടെ വിശേഷണമാണ് ലോകസൃഷ്ടി വികൽപ്പന. ഈ ലോകത്തിന്റെ സൃഷ്ടിയെ പലതരത്തിൽ വികല്പം ചെയ്യുന്ന, ലോകത്തില് എല്ലാവർക്കും കൽപ്പിക്കുന്നത് ഈ ലോകമുണ്ട്, ഇത് സത്യമാണ് എന്നൊക്കെ തോന്നിപ്പിക്കുന്ന ശക്തിയാണ് മായ. ആ മായ ഭഗവാനിൽ ഒരിക്കലും ഒരു തരത്തിലുള്ള സ്വാധീനവും ചെലുത്തുന്നില്ല. ഭഗവാൻ ആ മായയെ നിയന്ത്രിക്കുന്ന മായാനാഥനാണ്. അപ്പൊ അങ്ങ് മായാതീതനാണ്. അങ്ങയിൽ ഈ ഭേദഭാവനകളൊന്നും ഇല്ല. മായ കൊണ്ടാണ് സകല ഭേദഭാവനകളും ഉണ്ടാകുന്നത്. ഇന്നാള് ദേവൻ, മനുഷ്യൻ, മൃഗം, പക്ഷി മുതലായിട്ടുള്ള ശരീരഭേദങ്ങളെല്ലാം കാണുന്നത് ആരാണ്? മായയാൽ ബാധിക്കപ്പെട്ടവരാണ്. മായ ബാധിക്കാത്ത അങ്ങയ്ക്ക് യാതൊരു ഭേദഭാവനയുമില്ല. അങ്ങ് ഞങ്ങളെയൊക്കെ കാണുമ്പോൾ എന്തായിട്ട് കാണുന്നു? അങ്ങ് തന്നെയായിട്ട് കാണുന്നു. അങ്ങയുടെ ആത്മാവായിട്ട് തന്നെ കാണുന്നു. സച്ചിദാനന്ദമായിട്ട് കാണുന്നു.
അങ്ങേക്ക് യാതൊരു തരത്തിലുള്ള ഭേദഭാവനയും പരിഭ്രമവും കൺഫ്യൂഷനും ഒന്നുമില്ല. അപ്പോൾ അങ്ങ് മായാതീതനാണ്. അങ്ങേക്ക് മായ കൊണ്ടുള്ള ഒരു തരത്തിലുള്ള പ്രഭാവവും ബാധിക്കുന്നില്ല. അങ്ങയെ ആശ്രയിക്കുന്നവർ സംസാരത്തെ തരണം ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറയണം. അതുകൊണ്ട് അങ്ങയെയാണ് ആശ്രയിക്കേണ്ടത്. കാരണം മായ ബാധിക്കാത്ത ഒരാളെ ആശ്രയിച്ചാൽ മാത്രമേ നമുക്കും മായയെ തരണം ചെയ്യാൻ കഴിയുള്ളൂ. മായയിൽ തന്നെ മുങ്ങിക്കിടക്കുന്ന ഒരാളെ നമ്മൾ ആശ്രയിച്ചിട്ട് എന്ത് കാര്യം? ഇറയി പിടിച്ച് തൂങ്ങിയവന്റെ കുതി പിടിച്ച് തൂങ്ങുക എന്ന് മാത്രമേ ഉള്ളൂ, അല്ലേ? എന്താ പറയുക, ഒരു കടലില് മുക്കാൽ ഭാഗം നീന്തി കടന്നു, എന്നാലും മറുകര എത്തിയിട്ടില്ല, മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് ഒരാൾ. അയാളുടെ കാലിൽ പിടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അയാളും താഴും, നമ്മളും താഴും. അപ്പോൾ മറുകര കടന്ന അതിനുള്ള ശേഷിയുള്ള ഒരാളെ വേണം നമ്മൾ ആശ്രയിക്കാൻ. അപ്പൊ മായയെ തരണം ചെയ്യണമെങ്കിൽ മായാനാഥനെ, മായാ അതീതനെ ശരണം പ്രാപിക്കണം. അതാണ് ഇതിന്റെ തത്വം. അപ്പോ നമസ്തുഭ്യം ഭഗവതേ ബ്രഹ്മണേ പരമാത്മനെ നയത്ര ശ്രൂയത്തെ മായാ ലോകസൃഷ്ടി വികൽപ്പനാം അജാനദാ ത്വത്പിതരം മൂഢേനാകാര്യവേദിന ആനീതോയം തവ പിതാ തത്പ്രഭോ ക്ഷന്തുമർഹസി. അജാനദാ ത്വൽപിതരം മൂഢേനാകാര്യവേദിന ആനീതോയം തവ പിതാ തത്പ്രഭോ ക്ഷന്തുമർഹസി. ഇനി അങ്ങ് വന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ, ഹേ പ്രഭോ, അല്ലയോ സ്വാമിൻ, ഞങ്ങളുടെ എല്ലാം സ്വാമിയാണ് അങ്ങ്. അങ്ങനെയുള്ള അങ്ങയുടെ ത്വൽപിതരം, അങ്ങയുടെ പിതാവിനെ അകാര്യവേദിന മൂഢേന, എൻ്റെ ഒരു ശിഷ്യൻ, എൻ്റെ ഒരു ഭൃത്യൻ, ഒരു അസുരൻ, അകാര്യവേദിയാണ് അവൻ, കാര്യവേദിയല്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലാത്ത, വകതിരിവില്ലാത്തൊരുത്തനാൽ, മൂഢനായിട്ടുള്ള ഒരു എൻ്റെ അനുയായിയാൽ, എൻ്റെ ഒരു ഭൃത്യനാൽ, ത്വൽപിതരം അജാനത, അങ്ങയുടെ അച്ഛനെ അറിയാതെ എൻ്റെ ഭൃത്യൻ എന്ത് ചെയ്തു? അയം തവ പിതാ ആനീത, അങ്ങയുടെ പിതാവ്, ഈ നിൽക്കുന്ന അദ്ദേഹം എൻ്റെ മുമ്പിലേക്ക്, എൻ്റെ അടുത്തേക്ക് ആനയിക്കപ്പെട്ടു, കൊണ്ടുവരപ്പെട്ടു. തത് ക്ഷന്തുമർഹസി, ആ ഒരു അപരാധം, എൻ്റെ ഭൃത്യൻ അറിവില്ലാതെ ചെയ്ത അപരാധം, അത് ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണം. എൻ്റെ ഭൃത്യൻ ചെയ്തതിന് ഞാനും കൂടി ഉത്തരവാദിയാണല്ലോ. അപ്പോ എന്നോട് ക്ഷമിക്കണം, ഞങ്ങളോട് പൊറുക്കണം. ഞങ്ങളുടെ അറിവില്ലായ്മയാണ്, അല്ലെങ്കിൽ എൻ്റെ ഭൃത്യന്റെ അറിവില്ലായ്മ, അതുകൊണ്ടുണ്ടായ പ്രവൃത്തി, അത് എന്നെയും ബാധിച്ചിരിക്കുന്നു. ഞാനാണ് ക്ഷമാപണം ചെയ്യുന്നത്. ഞങ്ങളുടെ തെറ്റ് പൊറുത്ത് ഞങ്ങളോട് ക്ഷമിക്കണം, അനുഗ്രഹിക്കണം, ഉപദ്രവിക്കരുത് എന്നുള്ള വിനീതമായിട്ടുള്ള അഭ്യർത്ഥനയാണ്. അജാനദാ ത്വത്പിതരം മൂഢേനാകാര്യവേദിന ആനീതോയം തവ പിതാ തത്പ്രഭോ ക്ഷന്തുമർഹസി. മമാപ്യനുഗ്രഹം കൃഷ്ണ കർത്തുമർഹസ്യ ശേഷദൃക് ഗോവിന്ദ നിയതാം ഏഷ പിതാ തേ പിതൃവത്സല. ഇനിയും ഒരു ശ്ലോകം ഇതിൽ പ്രക്ഷിപ്തമായിട്ടുണ്ട്. പിതൈശതേ മയാനീതോ യന്നസ്ത്വൽപാദദർശനം പ്രജാവയമനുഗ്രാഹ്യ സാപരാധ അഭിപ്രഭോ. ഇങ്ങനെ 2 വരികള്, ഒരു ശ്ലോകം അഡീഷണൽ ആയിട്ടും ഉണ്ട്. മറ്റു ബുക്കുകളിൽ ഇല്ല, മൂലം ബുക്കുകളിൽ ഇല്ല. അപ്പൊ എന്തായാലും ആദ്യത്തെ ശ്ലോകം നോക്കാം. മമാപ്യനുഗ്രഹം കൃഷ്ണ കർത്തുമർഹസ്യ ശേഷദൃക് ഗോവിന്ദ നിയതാമേഷ പിതാ തേ പിതൃവത്സല. ഹേ പിതൃവത്സല, അങ്ങിപ്പോ ഇവിടെ വന്നത് പിതാവിനോടുള്ള സ്നേഹാധിക്യം കൊണ്ടാണ്, പിതൃവാത്സല്യം കൊണ്ടാണ്. അച്ഛൻ ആപത്ത് പണഞ്ഞു, അച്ഛനെ രക്ഷിക്കേണ്ടത് പുത്രനായ തന്റെ ധർമ്മമാണ് എന്ന് കരുതി അച്ഛനോടുള്ള അധിക പ്രേമം കൊണ്ട് അങ്ങ് വന്നതാണ്, പിതൃവത്സലനാണ്.
അപ്പോൾ ഹേ പിതൃവത്സല, അശേഷ ദൃക്ക്, അങ്ങ് എല്ലാം അറിയുന്നവനല്ലേ, അശേഷം ദർശിക്കുന്നവനാണ് അശേഷ ദൃക്ക്. എല്ലാം അറിയാം, എല്ലാവരുടെ ഉള്ളിലിരിപ്പും എല്ലാ കാര്യങ്ങളും അറിയുന്ന സർവജ്ഞനാണ് അങ്ങ്. ഹേ കൃഷ്ണ ഗോവിന്ദ, ആനന്ദ സ്വരൂപനായിരിക്കുന്നവനെ, ഗോകുലത്തിന്റെ നാഥനായിരിക്കുന്നവനെ ഗോവിന്ദ. തേ ഏഷഃ പിതാ നീയതാം, തേ ഏഷഃ പിത, അങ്ങയുടെ ഈ പിതാവുണ്ടല്ലോ, അദ്ദേഹം നീയതാം നയിക്കപ്പെടട്ടെ, കൊണ്ടുപോകപ്പെടട്ടെ. യു ക്യാൻ ടേക്ക് ഹിം ബാക്ക് എന്നർത്ഥം. ഏഷഃ പിതാ നീയതാം മമാപി അനുഗ്രഹം കർത്തും അർഹസി, അങ്ങ് എനിക്കും അനുഗ്രഹം ചെയ്യണം. മമാപി അനുഗ്രഹം കർത്തും അർഹസി, എന്നെയും അനുഗ്രഹിക്കണം. അച്ഛനെ കൊണ്ടുപോകാവുന്നതാണ്. അങ്ങ് പിതൃവത്സലനായതുകൊണ്ടാണല്ലോ ഇവിടേക്ക് വന്നത്. അങ്ങയുടെ പിതൃവാത്സല്യം എന്താ പറയുക, വലിയ ഇമോഷനായി എന്നോട് പ്രതികാരമൊന്നും ചെയ്യരുതേ എന്നും കൂടി ആ പിതൃവത്സല എന്നുള്ള വാക്കില് സൂചന. അപ്പൊ ഹേ പിതൃവത്സല, ഹേ കൃഷ്ണ, ഹേ ഗോവിന്ദ, ത്വം അശേഷദൃക്ക്, അങ്ങ് എല്ലാം അറിയുന്നവനാണ്. തേ ഏഷഃ പിതാ നീയതാം, അങ്ങയുടെ ഈ പിതാവ് കൊണ്ടുപോകപ്പെടട്ടെ. മമാപി അനുഗ്രഹം കർത്തും അർഹസി, എനിക്കും അനുഗ്രഹം ചെയ്യാൻ അങ്ങ് കനിവുണ്ടാകണം എന്നർത്ഥം. ഇനി പിതൈഷമേ തേ മയാ നീതോ യന്നസ്ത്വൽപാദദർശനം പ്രജാവയം അനുഗ്രാഹ്യ സപരാധ അഭിപ്രഭോ. ഇപ്പതാ അങ്ങയുടെ പിതാവിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന കാരണം അങ്ങയുടെ പാദം ദർശിക്കാനുള്ള ഭാഗ്യമുണ്ടായി എന്നാ പറയണത്. അതാണ് ഇതിലൊരു അഡീഷണൽ ആയിട്ട് പറയുന്നത്. അതാണ് അത് ചെയ്തത്. യേശഃ തേ പിതാ നീതഃ ഇതി യത്, അങ്ങയുടെ ഈ പിതാവ് ഇങ്ങോട്ടേക്ക് നയിക്കപ്പെട്ടു എന്നത് ത്വൽപാദ ദർശനം, അങ്ങയുടെ പാദദർശനത്തിനായിട്ട് ഭവിച്ചു, അങ്ങയെ കാണാൻ സാധിച്ചു, ഭാഗ്യം. സാപരാധാഃ അപി വയം പ്രജാഃ അനുഗ്രാഹ്യാഃ. ഹേ പ്രഭോ, അല്ലയോ പ്രഭോ, സാപരാധാഃ അപി, അപരാധത്തോടു കൂടിയവരാണ് ഞങ്ങൾ. അപരാധം ചെയ്തതാണ്, അങ്ങയുടെ അച്ഛനെ ഉപദ്രവിച്ചു. അങ്ങനെയുള്ള പക്ഷേ ഞങ്ങളും വയം പ്രജാഹ, അങ്ങയുടെ പ്രജകളാകുന്നു, അങ്ങയുടെ സന്തതികളാകുന്നു. അങ്ങനെയുള്ള ഞങ്ങളെ അനുഗ്രാഹ്യാഹ, അനുഗ്രഹിക്കപ്പെടേണ്ടതാണ്. അപ്പൊ ഞങ്ങള് അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയ അപരാധമാണ്, അങ്ങയുടെ മക്കളാണ് ഞങ്ങള്, പ്രജകളാണ്. അങ്ങനെയുള്ള ഞങ്ങളെ ഉപദ്രവിക്കരുത്, അനുഗ്രഹിക്കണം. ഇപ്പൊ ഞങ്ങൾക്ക് അങ്ങയുടെ പാദദർശനത്തിലുള്ള ഭാഗ്യം കിട്ടി, ഞങ്ങളൊരു തെറ്റ് ചെയ്തുവെങ്കിലും. ഭഗവാനെ കാണാനുള്ള ഭാഗ്യം കിട്ടിയില്ലേ, ആ ഭഗവാന്റെ പാദദർശനം ചെയ്തവരെ ശിക്ഷിക്കാൻ പാടുമോ? ഞങ്ങൾ ക്ഷമാപണം ചെയ്തു കഴിഞ്ഞില്ലേ? ഞങ്ങൾക്ക് അറിവില്ലാതെ തെറ്റ് പറ്റിയതാണെന്നും പറഞ്ഞില്ലേ? അതുകൊണ്ട് തന്നെ ഞങ്ങളെ ഇനി ഉപദ്രവിക്കരുത്, അനുഗ്രഹിക്കണമെന്ന് ആ വരുണൻ ഭഗവാന്റെ മുമ്പിൽ കെഞ്ചി അപേക്ഷിക്കുകയാണ് എന്നർത്ഥം. മമാപ്യനുഗ്രഹം കൃഷ്ണ കർത്തുമർഹസ്യ ശേഷദൃക് ഗോവിന്ദ നീയതാം ഏഷഃ പിതാ തേ പിതൃവത്സല പിതൈഷ തേ മയാ നീതോ യന്നസ്ത്വൽപാദദർശനം പ്രജാവയം അനുഗ്രാഹ്യാഃ സാപരാധ അഭിപ്രഭോ. അപ്പൊ അങ്ങയുടെ പിതാവ് എന്നാൽ കൊണ്ടുവരപ്പെട്ടു, അതുകൊണ്ട് അങ്ങയുടെ പാദദർശനം ഉണ്ടായി. അങ്ങയുടെ പ്രജകളായ ഞങ്ങളെ അപരാധം ചെയ്തവരാണെങ്കിലും ഞങ്ങളോട് ക്ഷമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണം. ഇത്രയും പ്രാർത്ഥിച്ചു. ശ്രീശുക ഉവാച ഏവം പ്രസാദിത കൃഷ്ണോ ഭഗവാൻ അഖിലേശ്വരഃ ആദായ അഗാത് സ്വപിതരം ബന്ധൂനാം ചാവഹൻ മുദം. ശ്രീശുക ഉവാച ഏവം പ്രസാദിത കൃഷ്ണോ ഭഗവാൻ അഖിലേശ്വരഃ ആദായ അഗാത് സ്വപിതരം ബന്ധൂനാം ചാവഹൻ മുദം. ഏവം പ്രസാദിതഃ അഖിലേശ്വരഃ ഭഗവാൻ കൃഷ്ണഃ. ഏവം ഇപ്രകാരം വരുണലാൽ പ്രസാദിതഃ പ്രസാദിപ്പിക്കപ്പെട്ട ആ ഭഗവാൻ അഖിലേശ്വരൻ, എല്ലാറ്റിനും ഈശ്വരൻ, എല്ലാവരുടെയും നിയന്താവ്, ദേവാദിദേവൻ, വരുണനും നാഥനായിരിക്കുന്ന ഭഗവാൻ കൃഷ്ണഃ സ്വപിതരമാദായ, തന്റെ പിതാവിനെ സ്വീകരിച്ചുകൊണ്ട് ബന്ധൂനാം മുദം ആവഹന് അഗാത്, തന്റെ ബന്ധുക്കൾക്ക്, ഗോപന്മാർക്ക്, യശോദാദികൾക്ക് എല്ലാവർക്കും
മുദം ആവഹൻ, മോദത്തെ വഹിച്ചുകൊണ്ട്, സന്തോഷം ജനിപ്പിച്ചുകൊണ്ട്, അഗാത് ഗമിച്ചു, അവിടേക്ക് ചെന്നു ചേർന്നു, തിരിച്ചു ചെന്നു എന്ന് പറയണം. കഥ വളരെ ചുരുക്കിയാ പറഞ്ഞത് അല്ലേ. ഏവം പ്രസാദിത കൃഷ്ണോ ഭഗവാൻ അഖിലേശ്വര ആദായാഗാത് സ്വപിതരം ബന്ധൂനാം ചാവഹൻ മുദം നന്ദസ്ത്വതീന്ദ്രിയം ദൃഷ്ട്വാ ലോകപാല മഹോദയം കൃഷ്ണേ ച സന്നതിം തേഷാം ജ്ഞാതിഭ്യോ വിസ്മിതോ ബ്രവീത്. നന്ദസ്ത്വതീന്ദ്രിയം ദൃഷ്ട്വാ ലോകപാല മഹോദയം കൃഷ്ണേ ച സന്നതിം തേഷാം ജ്ഞാതിഭ്യോ വിസ്മിതോ ബ്രവീത്. അപ്പൊ നന്ദൻ ഇതിനൊക്കെ ദൃക്സാക്ഷിയായിരുന്നു. അതുകൊണ്ട് നന്ദഹതു അതീന്ദ്രിയം ലോകപാല മഹോദയം തേഷാം കൃഷ്ണേ സന്നതിം ച ദൃഷ്ട്വാ വിസ്മിതഃ ജ്ഞാതിഭ്യഃ അബ്രവീത്. അപ്പൊ നന്ദനാകട്ടെ അതീന്ദ്രിയം ലോകപാല മഹോദയം. അതീന്ദ്രിയം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ കൊണ്ട് കാണാൻ കഴിയാത്തത്, ഇന്ദ്രിയങ്ങളെ അതിക്രമിച്ച് വർത്തിക്കുന്നത്, അലൗകികം, അലൗകികമായിരിക്കുന്ന ദിവ്യമായിരിക്കുന്ന ലോകപാല മഹോദയം. ആ ലോകപാലനായ വരുണന്റെ മഹാത്മ്യം, അദ്ദേഹത്തിന്റെ ഐശ്വര്യാതിശയം. ആ വരുണലോകത്ത് ചെന്നപ്പോ കണ്ടൊരു കാഴ്ച അല്ലെ, അത് ഇതുവരെ തന്റെ ജന്മത്തിൽ എവിടെയും കണ്ടിട്ടില്ല. അതുകൊണ്ട് അതീന്ദ്രിയം, ഇന്ദ്രിയങ്ങളെ അതിക്രമിച്ചിരിക്കുന്നത്, ഇന്ദ്രിയങ്ങളെ കൊണ്ട് കാണാൻ കഴിയാത്തത്. സൂക്ഷ്മമാണ് ഈ ലോകം. ദേവലോകം എന്നുള്ളത് മനുഷ്യ മർത്യ നേത്രങ്ങളെ കൊണ്ട് കാണാൻ കഴിയുന്നതല്ല. എന്തോ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്, കാരുണ്യം കൊണ്ടാണ് നന്ദന് അവിടെ ചെല്ലാനും അതൊക്കെ കാണാനുള്ള ഭാഗ്യം ലഭിച്ചത്. അതാണ് ലോകപാല മഹോദയം. അതുപോലെ തന്നെ തേഷാം കൃഷ്ണേ സന്നതിം ച ദൃഷ്ട്വാ, തേഷാം ആ വരുണനും വരുണന്റെ ഭൃത്യന്മാർക്കും കൃഷ്ണന്റെ നേർക്കുള്ള സന്നതി. സന്നതി എന്ന് പറഞ്ഞാലോ ആ വിനയം അഥവാ നമസ്കാര ഭാവം, ശരണാഗതി ഭാവം, സമ്യക്കായി നതി ചെയ്യുന്ന ഭാവം. നതി എന്ന് പറഞ്ഞാൽ നമസ്കാരമാണ്, സമർപ്പണമാണ്. അപ്പൊ ഭഗവാന്റെ മുമ്പിൽ അവരുടെ ആ ഒരു വിനയം, സമർപ്പണം, ഇതെല്ലാം കണ്ടിട്ട്, ഭഗവാന്റെ മുമ്പിലുള്ള അവരുടെ വിധേയത്വം കണ്ടിട്ട് വിസ്മിതഃ, നന്ദൻ വിസ്മയിച്ചു. തൻ്റെ പുത്രൻ 7 വയസ്സുള്ള ഒരു ബാലൻ, ഈ ബാലന്റെ മുമ്പിൽ ഈ ലോകപാലൻ വരുണൻ മാഹാത്മ്യം, അദ്ദേഹത്തിന്റെ മാഹാത്മ്യ ഐശ്വര്യം അവിടെ കണ്ടു. അങ്ങനെയുള്ള ഐശ്വര്യമുള്ള ആള് എന്തൊരു വിനയത്തോടെ, എന്തൊരു ആശ്രയഭാവത്തോടെ ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിക്കുന്നു. അത് കണ്ട് വിസ്മിതഃ, വിസ്മയിച്ചു. എന്നിട്ടോ ജ്ഞാതിഭ്യഃ അബ്രവീത്, തൻ്റെ ബന്ധുക്കളോട്, കൂട്ടുകാരോട്, എല്ലാവരോടുമായിട്ട് കണ്ട കാര്യം അബ്രവീത് പറഞ്ഞു. താൻ നേരിൽ കണ്ടതാണ് തൻ്റെ പുത്രന്റെ മാഹാത്മ്യം. വരുണനെ പോലെ ലോകപാലൻ ആയിരിക്കുന്ന ഒരാള് എന്തൊരു ഭയത്തോടെ, ബഹുമാനത്തോടെ, വിനയത്തോടെ ഭഗവാനെ ആശ്രയിക്കുന്നു, ഭഗവാനോട് ക്ഷമാപണം ചെയ്യുന്നു, ഇതെല്ലാം നേരിൽ കണ്ടില്ലേ, അത് ആ വിവരം പറഞ്ഞു എന്നർത്ഥം. അപ്പോൾ ഇതിനു മുമ്പ് ഗർഗൻ പറഞ്ഞ വാക്കുകളെ പറഞ്ഞിരുന്ന നന്ദൻ ഇപ്പോൾ ഇതാ സ്വന്തം അനുഭവം, താൻ കണ്ട കാഴ്ച, ഭഗവാന്റെ മാഹാത്മ്യം, താൻ ഭഗവാൻ ആരെന്ന് തനിക്ക് സൂചന കിട്ടിയിരിക്കണോ എന്നുള്ള കാര്യം, ഇതൊക്കെ അവിടെ പറഞ്ഞു എന്നർത്ഥം. ജ്ഞാതിഭ്യഃ അബ്രവീത്. നന്ദസ്ത്വതീന്ദ്രിയം ദൃഷ്ട്വാ ലോകപാല മഹോദയം കൃഷ്ണേ ച സന്നതിം തേഷാം ജ്ഞാതിഭ്യോ വിസ്മിതോ ബ്രവീത്. തേതു ഔത്സുക്യധിയോ രാജൻ മത്വാ ഗോപാസ്തമീശ്വരം അപി ന സ്വഗതിം സൂക്ഷ്മാം ഉപാധാസ്യത് അധീശ്വരഃ. തേതു ഔത്സുക്യധിയോ രാജൻ മത്വാ ഗോപാസ്തമീശ്വരം അപി ന സ്വഗതിം സൂക്ഷ്മാം ഉപാദാസ്യത് അധീശ്വരഃ. ഹേ രാജൻ, തേ ഗോപാഹാതു, ആ ഗോപന്മാരാകട്ടെ, തം ഈശ്വരം മത്വ, ആ കൃഷ്ണനെ ഈശ്വരൻ എന്ന് അറിഞ്ഞിട്ട്, കരുതിയിട്ട്, നിശ്ചയിച്ചിട്ട് എന്നൊക്കെ അർത്ഥം. അപ്പൊ ഈ കൃഷ്ണൻ ഈശ്വരനാണെന്ന് ഗോപന്മാർക്ക് ബോധ്യമായി. അങ്ങനെ ഔത്സുക്യധിയഃ, ഇനിയും ഭഗവാന്റെ ആ വൈഭവത്തെ കാണണം എന്നുള്ള ഉത്സാഹത്തോടു കൂടിയ, ബുദ്ധിയോടുകൂടിയ, അവരുടെ ഉള്ളിൽ കൂടുതൽ ക്യൂരിയോസിറ്റി വളർന്നു, ആകാംക്ഷ വളർന്നു. ഭഗവാന്റെ മാഹാത്മ്യം ഇനിയും തങ്ങൾക്ക് നേരിട്ട് കാണണം. ഇപ്പം നന്ദൻ കണ്ടിട്ട് വന്നു,
നന്ദനിൽ ഒരു തരത്തിലുള്ള അവിശ്വാസം ഉണ്ടായിട്ടല്ല, വിശ്വാസത്തോട് കൂടെ തന്നെ, എങ്കിലും തങ്ങൾക്കും കൂടി അത് നേരിട്ട് കണ്ടാലുള്ള സന്തോഷം. അങ്ങനെ ഔത്സുക്യതിയ അധീശ്വര അപി നഹ സൂക്ഷ്മാം സ്വഗതിം ഉപാദാസ്യത്. അപ്പോ അധീശ്വര അപി, ഭഗവാൻ അധീശ്വരനാണ്, എല്ലാറ്റിനും മുകളില് സർവേശ്വരനാണ്, ലോകപാലന്മാരുടെയൊക്കെ അധീശ്വരനാണ്. എങ്കിലും സൂക്ഷ്മാം സ്വഗതിം, അതിസൂക്ഷ്മമായിരിക്കുന്ന തൻ്റെ സ്വരൂപത്തെ, തൻ്റെ വിഭൂതിയെ, തൻ്റെ മാഹാത്മ്യത്തെ, തൻ്റെ രഹസ്യങ്ങളെ ഉപാദാസ്യത്, അവരുടെ ഉള്ളില് അവർ ചിന്തിക്കുകയാണ്, കാണിച്ചു തരും, ഭഗവാൻ നമുക്കും കാണിച്ചു തരും എന്ന് അവര് മനസ്സിൽ ചിന്തിക്കുകയാണ്, മനോരഥം കാണുകയാണ്. ഇതാണ് ഉപാദാസ്യത, കാട്ടിത്തരുമെന്ന് മനോരഥമുള്ളവരായിട്ട് ഭവിച്ചു. അപ്പൊ തീർച്ചയായിട്ടും ഈ ഭഗവാൻ നമ്മളോടും കാരുണ്യം കാണിക്കും, നമ്മൾക്കും അദ്ദേഹത്തിന്റെ വൈഭവം, അദ്ദേഹത്തിന്റെ തത്വം പ്രദർശിപ്പിച്ചു തരും. അതിലൂടെ നമ്മുടെ ജന്മവും ധന്യമാവും, നമ്മളും മുക്തന്മാരായിത്തീരും എന്നുകൂടെ അവർ കരുതി. ഇതി സ്വാനാം സ ഭഗവാൻ വിജ്ഞായ അഖിലദൃക് സ്വയം സങ്കൽപ്പസിദ്ധയേ തേഷാം കൃപയാ ഏതത് അചിന്തയത്. ഇതി സ്വാനാം സ ഭഗവാൻ വിജ്ഞായ അഖിലദൃക് സ്വയം സങ്കൽപ്പസിദ്ധയേ തേഷാം കൃപയൈതത് അചിന്തയത്. ഇതി സ്വാനാം, ഇപ്രകാരം സ്വകീയന്മാരുടെ, തൻ്റെ ആളുകളുടെ ഗോപന്മാരുടെ ആഗ്രഹം അറിഞ്ഞു ഭഗവാൻ, അവരുടെ അഭിപ്രായത്തെ അറിഞ്ഞ് അഖിലദൃക് സഹ ഭഗവാൻ, അഖിലദൃക് എല്ലാം കാണുന്നവൻ, ഇവരുടെയൊക്കെ ഉള്ളിലുള്ള മനസ്സിലിരിപ്പ്, ഇവരുടെ സങ്കല്പങ്ങളെല്ലാം അറിയുന്നവനായിട്ടുള്ള ഭഗവാൻ സർവൈശ്വര്യ പരിപൂർണൻ സ്വയം വിജ്ഞായ, ഇവര് പറയേണ്ടി വന്നില്ല, ഭഗവാൻ അറിഞ്ഞു കഴിഞ്ഞു അവരുടെ മനസ്സിലിരിപ്പ്, ആഗ്രഹം. സ്വയം വിജ്ഞായ തേഷാം സങ്കല്പസിദ്ധയേ, അവരുടെ ആ സങ്കല്പം സിദ്ധിച്ചു കൊടുക്കാനായിക്കൊണ്ട് കൃപയാ ഏതത് അചിന്തയത്, ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഇപ്രകാരം ചിന്തിച്ചു. കൃപയാ ഏതത് അചിന്തയത്. അപ്പൊ കൃപ കാരണം, അവരോടുള്ള വാത്സല്യം, അവരോടുള്ള സ്നേഹം, കാരുണ്യം എല്ലാം കൊണ്ടും ഭഗവാൻ ഇപ്രകാരം ചിന്തിച്ചു എന്നർത്ഥം. അപ്പൊ തന്നെ ആശ്രയിച്ചിരിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട ഭക്തന്മാരാണിവർ, അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കണം. അനന്യാ ചിന്തയന്തോ മാം യേജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. അല്ലേ, മറ്റൊരാളെയും ആശ്രയിക്കാതെ തന്നെ തന്നെ പരിപൂർണമായി ആശ്രയിച്ചിരിക്കുന്നവരായിട്ടുള്ള ഈ ഭക്തന്മാർ, അവരുടെ യോഗക്ഷേമങ്ങളെ വഹിക്കേണ്ടത് തൻ്റെ ഉത്തരവാദിത്വമാണ്. അവർക്ക് വേണ്ടത്, ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അത് സാധിച്ചു കൊടുക്കുകയും അവർക്ക് ഈശ്വരപ്രാപ്തി ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യേണ്ടത് തൻ്റെ കടമയാണ് എന്ന് ഭഗവാൻ ചിന്തിച്ചു. കാരുണ്യം, ഭഗവാന്റെ കാരുണ്യം കൊണ്ടേ ഭഗവാനെ അറിയാൻ കഴിയുള്ളൂ. ജനോയം ലോക ഏതസ്മിന്ന വിദ്യാ കാമകർമ്മഭിഃ ഉച്ചാവചാസു ഗതിഷു നവേദസ്വാം ഗതിം ഭ്രമन्. ജനോയം ലോക ഏതസ്മിന്ന വിദ്യാ കാമകർമ്മഭിഃ ഉച്ചാവചാസു ഗതിഷു നവേദസ്വാം ഗതിം ഭ്രമन्. അപ്പൊ അവരോടുള്ള കാരുണ്യം, ഇവര് പാവങ്ങൾ, കൃപണന്മാരാണ്, കൃപ അർഹിക്കുന്നു എന്ന് ഭഗവാൻ ചിന്തിക്കുകയാണ്. അവരുടെ മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാ ജനങ്ങളുടെയും കാര്യമാണ് ഭഗവാൻ ചിന്തിക്കുന്നത്. പക്ഷെ അർഹരായിട്ടുള്ളവർക്ക് മാത്രമേ അത് ഭഗവാന്റെ മഹത്വം കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ജനോയം അയം ജനഃ, ഈ ജനങ്ങൾ, ലോകത്തിലുള്ള ജനങ്ങൾ, മനുഷ്യർ, ഏതസ്മിൻ ലോകേ, ലോകേ ഏതസ്മിൻ, അവിടെ ലോകേ എന്നുള്ളതിൽ ഏകാരം ലോപിച്ചു പോയതാണ്. ഏതസ്മിൻ ലോകെ, ഈ ലോകത്തില്, ഈ മനുഷ്യലോകത്തില് അവിദ്യ കാമകർമ്മഭിഹി ഉച്ചാവചാസു ഗതിഷു ഭ്രമन्. അവിദ്യ, കാമം, കർമ്മം എന്നുള്ള ആ കർമ്മഗ്രന്ഥി, ഹൃദയഗ്രന്ഥി, അജ്ഞാനഗ്രന്ഥി എന്നൊക്കെ പറയുന്ന കെട്ടുപെട്ടിട്ട്, അവിദ്യ എന്ന് വെച്ചാൽ പരിപൂർണമായിട്ടുള്ള അജ്ഞാനം, സ്വരൂപത്തെക്കുറിച്ചിട്ടുള്ള അജ്ഞാനമാണ് അവിദ്യ. അതുകൊണ്ട് തന്നെ കാമമുണ്ടാകുന്നു, താൻ നിസ്സാരനാണ്, താൻ പരിമിതനാണ്, അപൂർണനാണ് എന്നുള്ള കരുതലിൽ നിന്ന് തനിക്ക് പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള വ്യഗ്രതയുണ്ടാകുന്നു. അതിനിമിത്തമായിട്ട് ഈ ലോകം വെട്ടിപ്പിടിക്കാനുള്ള കാമങ്ങൾ ഉണ്ടാകുന്നു, അതിനുവേണ്ടി കർമ്മങ്ങളും ചെയ്യുന്നു. ഇതാണ് ലോക സ്വഭാവം.
അപ്പൊ ഈ ലോകത്തിലുള്ള എല്ലാവരും അവിദ്യാ കാമകർമ്മങ്ങളെ കൊണ്ട് ബദ്ധരാണ്. അങ്ങനെ അവിദ്യാ കാമകർമ്മഭിഹി ഉച്ചാവചാസു ഗതിഷു ഭ്രമന്, ഉച്ചങ്ങളും അവചങ്ങളുമായ ഗതികളിൽ എന്ന് പറഞ്ഞാൽ ദേവാദി യോനികളിലും താഴെ നീച്ച യോനികളിലും ജന്തുക്കളായി തിര്യക്കുകളായി നരകയോനികളിലൊക്കെ ചെന്നും ജനിക്കുന്നു. താഴെയും മുകളിലേക്കും ഗതാഗതം കാമകാമ ലബന്ധെ, വന്നും പോയിക്കൊണ്ടിരിക്കുന്നു താഴേക്കും മുകളിലേക്കും. അതാണ് ഉച്ചാവചാസു ഗതിഷു, ഗതികളിൽ യോനികളിൽ ഭ്രമന് ഭ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജനകേ ശയനം എന്ന് പറഞ്ഞ് കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഈ സംസാരത്തിൽ. സ്വാം ഗതിം നവേദ, സ്വാം ഗതിം, തൻ്റെ യഥാർത്ഥ സ്വരൂപത്തെക്കുറിച്ച്, അതാണ് തൻ്റെ ഗതി, തൻ്റെ അവസ്ഥ, തൻ്റെ ലക്ഷ്യം, തൻ്റെ സ്വരൂപം, താൻ ആര് എന്ന് നവേദ, അറിയുന്നില്ല. തന്നെ അറിയുന്നതോട് കൂടിയിട്ട് ഈ സഞ്ചാരമൊക്കെ നിൽക്കും. ഈ പുനരപി ജനനം പുനരപി മരണം എന്നുള്ളതെല്ലാം അതോടുകൂടി കഴിയുന്നു. അപ്പൊ ഇത് അറിയാത്തത് കൊണ്ടാണ് അവനവനെ അറിയാതെ ഇങ്ങനെ എന്താ പറയുക, ഉച്ച നീച്ച യോനികളിൽ കിടന്ന് കറങ്ങിക്കൊണ്ട് അവനവനെ കുറിച്ച് അറിയാതിരിക്കുന്നു പാവങ്ങൾ. അവരുടെ പരമാർത്ഥ സ്വരൂപം അവർക്ക് അറിയില്ല. അപ്പൊ ഇങ്ങനെയുള്ളവരെ അനുഗ്രഹിക്കേണ്ടതാണ്, അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കേണ്ടതാണ്. എൻ്റെ സ്വരൂപം ഞാൻ കാണിച്ചു കൊടുക്കുന്നതിലൂടെ അവർക്കും അവരുടെ സ്വരൂപം അറിയാനുള്ള യോഗ്യത കൈവരിക്കാൻ കഴിയും. ഇങ്ങനെ കരുതി ഭഗവാൻ ഇതി സഞ്ചിന്യ ഭഗവാൻ മഹാകാരുണികോ ഹരിഃ ദർശയാമാസ ലോകം സ്വം ഗോപാനാം തമസഃ പരം. ഇതി സഞ്ചിന്യ ഭഗവാൻ മഹാകാരുണികോ ഹരിഃ ദർശയാമാസ ലോകം സ്വം ഗോപാനാം തമസഃ പരം. ഇതി സഞ്ചിന്യ, ഇങ്ങനെ ചിന്തിച്ചിട്ട്, നന്നായി ചിന്തിച്ചിട്ട്, ഭഗവാൻ മഹാകാരുണിക ഹരി, ആ സർവൈശ്വര്യ പരിപൂർണനും എല്ലാവരോടും കരുണയോടുകൂടിയവനും മഹാകാരുണികനായ കാരുണ്യമൂർത്തിയായ ഭഗവാൻ ഹരി, ഇവരുടെ ദുഃഖങ്ങളെ, സംസാരത്തെ, അജ്ഞാനത്തെയൊക്കെ ഹരിക്കുന്നവനായ ഭഗവാൻ ആ ഗോപാനാം സ്വം ലോകം ദർശയാമാസ, ഗോപന്മാർക്ക് തന്റെ സ്വകീയമായ ലോകത്തെ ദർശിപ്പിച്ചു. ഏതാ ലോകം? അത് തമസഃ പരം. തമസഃ പരം എന്ന് പറഞ്ഞാലോ ഇരുട്ടിന് അപ്പുറത്തുള്ളത്. ഇവിടെ ഇരുട്ട് എന്ന് പറഞ്ഞാൽ മായ, അജ്ഞാനം. അപ്പൊ നമ്മുടെ അജ്ഞാനം കൊണ്ട് കാണുന്നതാണ് നമ്മൾ ഈ ലോകമെല്ലാം. ഈ നാമരൂപങ്ങളൊക്കെ നമ്മുടെ അജ്ഞാനങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ്. ഇതിനൊക്കെ അതീതമായിരിക്കുന്ന ആ ഭഗവാന്റെ പരമ സ്വരൂപം, പരമാർത്ഥ സ്വരൂപം, സത്യം പരം ധീമഹി. നമ്മൾ എന്താണോ കാണാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ഏതൊരു പരമസത്യത്തെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നുവോ ആ പരമസത്യത്തെ ഭഗവാൻ കാണിച്ചു കൊടുത്തു. അതിന് നമുക്ക് എന്ത് പേര് വേണമെങ്കിൽ പറയാം. ഭഗവാന്റെ ധാമം, ഭഗവാന്റെ വൈകുണ്ഠം. യദ്ഗത്വാന നിവർത്തന്തേ തദ്ധാമ പരമം മമ എന്നൊക്കെ ഭഗവാൻ പറഞ്ഞ ആ പരമസത്യ സ്വരൂപം, ഭഗവാന്റെ യഥാർത്ഥ സ്വരൂപം എന്തെന്ന് ഭഗവാൻ ഗോപന്മാർക്ക് കാണിച്ചു കൊടുത്തു. ആദിത്യവർണം തമസഃ പരസ്താദ് എന്നൊക്കെ പുരുഷ സൂക്തത്തിലൊക്കെ പറയും. തമസ്സിന് അപ്പുറത്ത് കടന്നിരിക്കുന്ന ആദിത്യ സ്വരൂപമായിരിക്കുന്ന, വെച്ചാൽ പ്രകാശസ്വരൂപമായിരിക്കുന്ന, ചൈതന്യ സ്വരൂപമായിരിക്കുന്ന, നാമരൂപങ്ങൾക്കെല്ലാം അപ്പുറത്ത് ശോഭിക്കുന്ന, സാധാരണ ചക്ഷുസ്സുകൊണ്ട് കാണാൻ കഴിയാത്ത ആ ഒരു ദർശനം ഭഗവാൻ കൊടുത്തു. എങ്ങനെ? ദിവ്യ ചക്ഷുസ്സു കൊടുത്തു എന്നർത്ഥം അവർക്കൊക്കെ. സഞ്ജയനും അല്ലെ, വ്യാസൻ ഒരു ദിവ്യ ചക്ഷുസ്സു കൊടുത്തില്ലേ? അതുപോലെ ഇവിടെ ഭഗവാൻ, അതുപോലെ ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുനനും കൊടുക്കുന്നുണ്ട്. ദിവ്യം ദദാമി തേ ചക്ഷുഹു. ഭഗവാന്റെ ആ വിരാട് രൂപം കാണാനായിക്കൊണ്ട് അർജുനന് സാധിച്ചത്, വിശ്വരൂപം കാണാൻ സാധിച്ചത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്. ഭഗവാൻ ആ ദിവ്യ ചക്ഷുസ് കൊടുത്തത് കൊണ്ടാണ് കാണാനുള്ള ദർശനം. അപ്പൊ ഇവിടെയും
ഭഗവാൻ ഗോപന്മാരെ അനുഗ്രഹിച്ച് അവർക്ക് ഭഗവാന്റെ പരമാർത്ഥ തത്വം ദർശിക്കാൻ സാധിച്ചു. ദർശയാമാസ ലോകം സ്വം ഗോപാനാം തമസഃ പരം. സത്യം ജ്ഞാനമനന്തം യത് ബ്രഹ്മജ്യോതിഃ സനാതനം യദ്ധി പശ്യന്തി മുനയോ ഗുണാപായേ സമാഹിതാഃ. സത്യം ജ്ഞാനമനന്തം യത് ബ്രഹ്മജ്യോതിഃ സനാതനം യദ്ധി പശ്യന്തി മുനയോ ഗുണാപായേ സമാഹിതാഃ. അപ്പോ ഭഗവാന്റെ ആ സ്വരൂപം എന്താണെന്ന് ഒന്നുകൂടെ വർണ്ണിക്കുകയാണ്. സത്യം ജ്ഞാനം അനന്തം യത് ബ്രഹ്മ. സത്യം എന്നാൽ എല്ലാ കാലത്തും ഒരുപോലെ ഉള്ളത്, ഉണ്ടാവേണ്ട ആവശ്യമില്ലാത്തത്, നശിക്കാൻ സാധ്യതയില്ലാത്തത്, നശിക്കാത്തത്, എല്ലാ കാലത്തും ഒരുപോലെ ഇരിക്കുന്നത്, വികാരരഹിതമായിരിക്കുന്നത്, നിത്യമായിരിക്കുന്നത് സത്യം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ബോധസ്വരൂപം, ജ്ഞാനസ്വരൂപം, ചൈതന്യസ്വരൂപം, അങ്ങനെയുള്ള ചൈതന്യമായിരിക്കുന്നതും അനന്തം, പരിമിതികളില്ലാത്തതും, ദേശകാല വസ്തു പരിമിതികൾക്കൊക്കെ അപ്പുറത്ത് അനന്തമായിരിക്കുന്നതും ആയിരിക്കുന്ന യത് ബ്രഹ്മ. ഏതൊരു ബ്രഹ്മമുണ്ടോ അത് സനാതനം ജ്യോതി, അത് ജ്യോതിസാണ്, സ്വപ്രകാശമാണ്. അതിനെ പ്രകാശിപ്പിക്കാൻ മറ്റൊരു വസ്തുവിന്റെ ആവശ്യമില്ല. ന തത്ര സൂര്യോപാധി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ബാന്തി കുതോയമഗ്നി തമേവ ബാന്ധം അനുബാധി സർവം തസ്യ ഭാഷ സർവമിതം വിഭാതി. അല്ലേ? അപ്പൊ സ്വയം ജ്യോതിസാണ്. അതിനെ പ്രകാശിപ്പിക്കാൻ മറ്റൊരു ജ്യോതിർഗോളങ്ങൾക്കും സാധ്യമല്ല. ആ ജ്യോതിർഗോളങ്ങളുടെയൊക്കെ പ്രകാശം ഇതിന്റെ പ്രകാശമാണ്, ഇതിന്റെ റിഫ്ലക്ഷൻ മാത്രമാണ്. അങ്ങനെയുള്ള സ്വയം പ്രകാശമായിരിക്കുന്നതും സനാതനം, എന്നും നിലനിൽക്കുന്നത്, എന്നുമുള്ളത്, നിത്യമായിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളതുമായിട്ടുള്ള ആ ബ്രഹ്മസ്വരൂപം യദ്ധി പശ്യന്തി മുനയോ ഗുണാപായേ സമാഹിതാഃ. സമാഹിതാഃ മുനയഃ യദ്ധി പശ്യന്തി. സമാഹിതരായ മുനികൾ എന്ന് പറഞ്ഞാൽ കഠിനങ്ങളായ സാധനകൾ അനുഷ്ഠിച്ച്, തപസ്സുകൾ അനുഷ്ഠിച്ച് ഇന്ദ്രിയ ജയം നേടിയവർ, ഏകാഗ്രത നേടിയവർ, അവരാണ് സമാഹിതാഃ മുനയഃ. അന്തർമുഖരായിരിക്കുന്ന ആ മുനികൾ യദ്ധി പശ്യന്തി, യാതൊന്നിനെ കാണുന്നു. എപ്പോൾ? ഗുണാപായെ, അവരുടെ ഉള്ളിലുള്ള ഗുണങ്ങളെല്ലാം പോയിരിക്കുമ്പോൾ, ഗുണങ്ങൾക്ക് അപായം സംഭവിക്കുമ്പോൾ എന്ന് പറഞ്ഞാലോ ത്രിഗുണങ്ങൾക്ക് അവര് അതീതരായി, ഗുണാതീതരായി ഭവിക്കുമ്പോൾ. നമ്മളൊക്കെ ഗുണങ്ങളിൽ പെട്ടുകിടക്കുന്നവരാണ്. ഗുണങ്ങളിലൂടെയാണ് നമ്മൾ ഈ ലോകത്തെ കാണുന്നത്. നമ്മുടെ ഗുണങ്ങൾ നമ്മുടെ ദർശനത്തെ വികലമാക്കുന്നു. താമസന്മാരുടെ ദർശനത്തെ, അവരുടെ താമസ ഗുണം വികലമാക്കുന്നു. രാജസന്മാർ അവരുടെ കണ്ണുകളിലൂടെയാണ് ഈ ലോകം കാണുന്നത്. സാത്വികന്മാർ അവരുടേതായിട്ടുള്ള ചെറിയൊരു മങ്ങലോടുകൂടി കാണുന്നു. അല്ലെ? ഏത് കളർ കണ്ണട ധരിച്ചുവോ ആ കളറിലാണ് ലോകം മുഴുവൻ കാണുക. മഞ്ഞ കണ്ണട ധരിച്ചാൽ ലോകം മുഴുവൻ മഞ്ഞ നിറം, പച്ച കണ്ണട ധരിച്ചാൽ പച്ച നിറം, ചുവന്ന കണ്ണട ധരിച്ചാൽ ചുവന്ന നിറം, കറുപ്പ് കണ്ണട ധരിച്ചാൽ കറുപ്പ് നിറം. ഇവിടെ തമസാകുന്ന കറുപ്പ് കണ്ണടയിലൂടെയാണ് പലരും ഈ ലോകത്തെ കാണുന്നത്. രജസാകുന്ന ചുവന്ന കണ്ണടയിലൂടെയാണ് പലരും കാണുന്നത്. സത്വഗുണമാകുന്ന ഒരു അല്പം മങ്ങിയ കണ്ണടയിലൂടെയാണ് ബാക്കിയുള്ളവരും കാണുന്നത്. എല്ലാ കണ്ണടയും മാറ്റണം. ഈ 3 കണ്ണടകളും മാറ്റി നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണുന്നതാണ് യഥാർത്ഥ വർണ്ണം, യഥാർത്ഥ രൂപം. അല്ലേ? അപ്പൊ അതുപോലെയാണ് ഇവിടെ ഗുണാപായേ. ആ ഗുണാപായം എന്നുള്ളത് നമ്മുടെ ദൃഷ്ടിയെ വികലമാക്കുന്നതാണ്. ഈ ഗുണങ്ങൾ, സത്വം, രജസ്, തമസ് എന്നുള്ള ഗുണങ്ങളുടെ സ്വാധീനത്തിലാണ് നമ്മൾ ഇന്ന് ഈ ലോകത്തെ വ്യാഖ്യാനിക്കുന്നത്. ആസ് ദ മൈൻഡ് സോ ദ വേൾഡ്, യഥാ ദൃഷ്ടി തഥാ സൃഷ്ടി. അപ്പം നമ്മുടെ ദൃഷ്ടി അഥവാ നമ്മുടെ മനസ്സിൽ ഏത് ഗുണമാണോ പ്രബലമായിരിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ ലോകത്തെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു. അപ്പൊ ഇന്റർപ്രിട്ടേഷൻ ഇല്ലാതെ കാണണമെങ്കിൽ ഗുണാതീതരാവണം.
അതാണ് ഇവിടെ പറഞ്ഞതിന്റെ താല്പര്യം. സമാഹിതാഹ മുനയ ഗുണാപായേ യധി പശ്യന്തി തത് ബ്രഹ്മജ്യോതി സനാതനം സത്യം ജ്ഞാനമനന്തം. ആ ബ്രഹ്മത്തെയാണ് ഇവർ ദർശിച്ചത്. ആര് ദർശിച്ചത്? ഈ ഗോപന്മാർ ദർശിച്ചത്. എങ്ങനെ? ഭഗവാനിലുള്ള ഭക്തി കൊണ്ട്, ഭഗവാനിലുള്ള പരിപൂർണ വിശ്വാസവും സമർപ്പണവും കൊണ്ട് അവർക്ക് ഭഗവാൻ ഈ ഒരു ദർശനം കൊടുത്തു. അത് എങ്ങനെയാണ് കൊടുത്തത് എന്ന് അടുത്ത ശ്ലോകത്തിലാണ് പറയുന്നത്. ഇപ്പോൾ ദർശനം കൊടുത്തു എന്ന് സാമാന്യമായി പറഞ്ഞു. ഹൗ ഇറ്റ് ഹാപ്പൻഡ് എന്നത് അടുത്ത ശ്ലോകത്തിലാണ്. തേ തു ബ്രഹ്മഹൃദം നീതാഹ മഗ്നാഹ കൃഷ്ണേന ചോദ്രുതാഹ ദദൃശുർ ബ്രഹ്മണോ ലോകം യത്ര അക്രൂരോദ്യഗാത് പുരാ. തേ തു ബ്രഹ്മഹൃദം നീതാഹ മഗ്നാ കൃഷ്ണേന ചോദ്രുതാഹ ദദൃശുർ ബ്രഹ്മണോ ലോകം യത്ര അക്രൂരോദ്യഗാത് പുരാ. തേ തു കൃഷ്ണേന ബ്രഹ്മഹൃദം നീതാഹ. അപ്പോ ഈ ദർശനം അവർക്ക് കൊടുക്കാനായിക്കൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? അവരെ കൂട്ടിയിട്ട് പോയി എവിടെ? കാളിന്തിയില് ബ്രഹ്മഹ്രദം എന്ന പേരിൽ അറിയപ്പെടുന്ന നാരായണ ഹ്രദം എന്നും പറയും. ആ ഒരു ആഴമേറിയ സ്ഥാനം, നല്ല ആഴമുള്ള വെള്ളമുള്ളതായിട്ടുള്ള സ്ഥാനം, ഹ്രദം, കയം. അപ്പോൾ അവര് കൃഷ്ണേന ബ്രഹ്മഹ്രദം നീതാഹ അവിടേക്ക് കൊണ്ടുപോയി. എന്നിട്ടോ അവരവിടെ മഗ്നാഹ, അവരതിൽ മുങ്ങിയവരായിരുന്നു. ഭഗവാന്റെ നിർദ്ദേശപ്രകാരം അവരവിടെ മുങ്ങിക്കിടന്നു, കണ്ണടച്ച് മുങ്ങി. അങ്ങനെ കൃഷ്ണേന ഉദ്ധൃതാഹ, ഭഗവാനാൽ ഉയർത്തപ്പെട്ടവരായി പിന്നീട്. അപ്പൊ അവര് ബ്രഹ്മണഃ ലോകം ദദൃശുഹു. ബ്രഹ്മണഃ ലോകം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിന്റെ ലോകം, സത്യത്തിന്റെ ലോകം, പരമാത്മാവിന്റെ ലോകം. അതാണ് ഇവിടെ ബ്രഹ്മണഃ, അല്ലാതെ മറ്റേ സത്യലോകം എന്നുള്ള അർത്ഥത്തിലല്ല. ത്രിമൂർത്തികളിൽ ഒരാളായ ബ്രഹ്മാവിന്റെ ലോകമല്ല. ഇവിടെ ബ്രഹ്മണഃ എന്നുള്ളത് കൊണ്ട് പരബ്രഹ്മണഃ ലോകം, പരബ്രഹ്മത്തിന്റെ ലോകം. ദദൃശുഹു, ആ ഭഗവാന്റെ പരമമായ സ്വരൂപം എന്നർത്ഥം. ആ ധാമം. പുരാ യത്ര അക്രൂരഃ ബ്രഹ്മണഃ ലോകം മധ്യകാത്. ഇത് ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറയുമ്പോഴാണ് പുരാ എന്ന് പറയുന്നത്, അല്ലാതെ അതിനു മുമ്പല്ല. ഇവർക്ക് ഭഗവാൻ ഏതൊരു ഹ്രദത്തിൽ വെച്ച് ബ്രഹ്മലോക ദർശനം കൊടുത്തുവോ, അഥവാ എന്താ പറയുക, വൈകുണ്ഠ ദർശനം കൊടുത്തുവോ, ആ സ്ഥാനത്ത് എത്ര ഏതൊരിടത്ത് അക്രൂരനും ബ്രഹ്മണഃ ലോകം അദ്യകാത്, ബ്രഹ്മത്തിന്റെ ലോകത്തെ അധിഗമിച്ചു. ഭഗവാന്റെ വൈകുണ്ഠ ദർശനം അക്രൂരനും ഇതേ സ്ഥാനത്ത് വെച്ചാണ് ഉണ്ടാകുന്നത്. കംസന്റെ ദൂതുമായിട്ട് അക്രൂരൻ ഇവിടേക്ക് ചെന്ന്, വൃന്ദാവനത്തിൽ ചെന്ന്, ഗോകുലത്തിൽ ചെന്ന് രാമകൃഷ്ണന്മാരെ തേരിലേറ്റി കൊണ്ടുവരുന്നതായിട്ടുള്ള വഴിക്ക് അദ്ദേഹം സന്ധ്യാവന്ദനത്തിന് മാധ്യാഹ്നികം ചെയ്യാനായിക്കൊണ്ട് വെള്ളത്തിലിറങ്ങി കുളിച്ച് നോക്കുന്നതായിട്ടുള്ള സമയത്ത് കൃഷ്ണനും രാമനും രഥത്തിലിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ താൻ മുങ്ങിയപ്പോൾ അവിടെ വെള്ളത്തിൻ്റെ അടിയിലും അവരെ കണ്ടു. പിന്നീട് അനന്തശായി ദർശനം കണ്ടു, അല്ലേ? അപ്പൊ അത് പിന്നീടാണ് സംഭവിക്കാൻ പോകുന്നത് ഈ കഥയുടെ ക്രമത്തിൽ. ഇപ്പോൾ ഭഗവാൻ 7 വയസ്സുള്ളപ്പോഴാണ് ഇത് ചെയ്യുന്നത്. ഇനി 11 വയസ്സിലാണ് അക്രൂരിന് ദർശനം കൊടുക്കുന്നത്. ഇവിടെ പുരാ എന്ന് പറഞ്ഞത്, പണ്ട് എന്ന് പറഞ്ഞത് ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞതാ. ആരോട്? പരീക്ഷത്തിനോട്. ഇവിടെ തന്നെയാണ് പണ്ട് നമ്മുടെ അക്രൂരനും ഇതേ ദർശനം ഉണ്ടായത് എന്ന് പറയണം. എത്ര അക്രൂരഃ ബ്രഹ്മണഃ ലോകം അദ്യകാത്. ഏതൊരിടത്ത് വെച്ചാണോ അക്രൂരൻ ബ്രഹ്മത്തിന്റെ ലോകത്തെ അധിഗമിച്ചത്, പ്രാപിച്ചത് എന്ന് ആ ബ്രഹ്മഹൃദം എന്ന സ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞതാണ്. നന്ദാദയസ്തു തം ദൃഷ്ട്വാ പരമാനന്ദ നിർവൃതാഃ കൃഷ്ണം ച തത്ര ചന്ദോഭിഃ സ്തൂയമാനം സുവിസ്മിതാഃ. നന്ദാദയസ്തു തം ദൃഷ്ട്വാ പരമാനന്ദ നിർവൃതാഃ കൃഷ്ണം ച തത്ര ഛന്ദോഭിഃ സ്തൂയമാനം സുവിസ്മിതാഃ. അപ്പൊ ഈ നന്ദാദികളും ഇവിടെ കൂടെയുണ്ട്. ഗോപന്മാരുടെ കൂടെ നന്ദനുണ്ട് എന്നർത്ഥമാണ്.
അപ്പൊ നന്ദാദയ തു തം തത്ര ചന്ദോഭി സ്തൂയമാനം കൃഷ്ണം ച ദൃഷ്ട്വാ. ആ വൈകുണ്ഠലോകത്തിൽ ചന്ദോഭിഹി എന്ന് പറഞ്ഞാൽ വേദങ്ങളാൽ എന്നർത്ഥം. വേദങ്ങൾ മൂർത്തികളായിട്ട് അവിടെ സ്തുതിക്കുന്നുണ്ട്. ഉപനിഷത് സുന്ദരീ മണ്ഡലൈശ്ച എന്ന് നാരായണീയകാരൻ പറയുമ്പോൾ അവിടെ ഉപനിഷത്തുക്കളെ സുന്ദരികളായി ദേവതകളായി ഭഗവാനെ സേവിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അതുപോലെ ഇവിടെ വേദങ്ങൾ തന്നെ മൂർത്തികളായി ഭഗവാനെ സ്തുതിക്കുന്നു. അതാണ് ആ നന്ദാദികൾ ഭഗവാനെ ആ ലോകം വൈകുണ്ഠ ലോകത്തെയും തത്ര അവിടെ ചന്ദോഭിഹി സ്തൂയമാനം വേദമൂർത്തികളാൽ സ്തുതിക്കപ്പെടുന്നതായിരിക്കുന്ന കൃഷ്ണം ച ദൃഷ്ട്വാ കൃഷ്ണനെയും കണ്ടിട്ട് പരമാനന്ദ നിർവൃതാഹ പരമാനന്ദത്താൽ നിർവൃതി പ്രാപിച്ചവരായി ആനന്ദം സന്തോഷം പ്രാപിച്ചവരായി സുവിസ്മിതാഹ ആശ്ചര്യഭരിതരായി രോമാഞ്ചമുള്ള ഒരു അവസ്ഥയെ അവര് പ്രാപിച്ചു. വിശ്വസിക്കാൻ പറ്റാത്ത പോലെയുള്ള ഒരു ദർശനമായിരുന്നു അവർക്ക്. ഇത്രയും മഹത്വമുണ്ടോ ഈ കൃഷ്ണന്? നമ്മൾ ഇത്രയും കാലം കൃഷ്ണനെ നമ്മുടെ കൂട്ടത്തിൽ ഒരാളായി ഒരു കുട്ടിയായി അല്ലേ നമ്മുടെ കളിക്കൂട്ടുകാരനായിട്ടൊക്കെ കരുതി. ഇപ്പോഴാണ് കൃഷ്ണന്റെ ഐഡന്റിറ്റി നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്രയും വലിപ്പമുള്ള ആളാണല്ലേ, ഇത്രയും മഹത്വമുള്ള ആളാണല്ലേ എന്ന് അറിഞ്ഞ് സുവിസ്മിതാഹ വിസ്മയത്തോടു കൂടിയവരായി ഭവിച്ചു. അപ്പോ ഗോപന്മാർക്കും നന്ദനും എല്ലാവർക്കും ബോധ്യമായി കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് ഗോകുലത്തിലെ സകല പുരുഷന്മാർക്കും ഭഗവാൻ ദർശനം കൊടുത്തു, ബോധ്യപ്പെടുത്തി. എന്നിട്ടാണ് ഇനിയാണ് ഭഗവാന്റെ മറ്റൊരു അത്ഭുത ലീല, രാസലീല. അപ്പൊ അത് ഒരു പ്രാകൃത പുരുഷന്റെ ലീലയല്ല. അത് മറ്റുള്ളവർക്ക് പരിഹസിക്കാനും അനുകരിക്കാനും ഒന്നുള്ള ഒരു ലീലയല്ല. മൂഢന്മാർ പരിഹസിക്കട്ടെ, ആർക്കും അത് അനുകരിക്കാൻ ഒരിക്കലും സാധ്യമല്ല. അങ്ങനെയുള്ള അത്ഭുതമായിട്ടുള്ള ഭഗവാന്റെ ആ ലീലയാണ് ഇനി വർണ്ണിക്കാനുള്ള 5 അധ്യായങ്ങളിലെ പഞ്ചാധ്യായിയിലൂടെ ഭാഗവതം നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത്രയും വ്യക്തമായി പഠിച്ചതിന് ശേഷമേ രാസക്രീഡ കേൾക്കാൻ പാടുള്ളൂ. ഈ ഫൗണ്ടേഷനിൽ വേണം നമ്മൾ രാസക്രീഡ പണിയാൻ. ഇത് കേൾക്കാതെ നേരിട്ട് രാസക്രീഡ കേട്ട് അതിൽ അവിടെയും ഇവിടെയും കുറച്ച് കേട്ട് എന്നിട്ട് തോന്നിയ പോലെ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിന് അതിനെ വ്യാഖ്യാനിക്കുകയും നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത് അവരുടെ അല്പത്തരം എന്നേ പറയാനുള്ളൂ. അങ്ങനെയുള്ളവരോട് നമുക്ക് പറയാനുള്ളത്, വരൂ, ഭഗവാന്റെ കഥ മുഴുവൻ കേൾക്കൂ. നിങ്ങൾക്ക് രാസക്രീഡയെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ, രാസക്രീഡയെ വിശ്വസിച്ചുകൊണ്ടാണല്ലോ നിങ്ങൾ കൃഷ്ണനെ പരിഹസിക്കുന്നത്. കൃഷ്ണൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന്. അതിലൂടെ നിങ്ങൾ കൃഷ്ണനെ അംഗീകരിക്കുന്നു, രാസക്രീഡയെ അംഗീകരിക്കുന്നു, വ്യാസനെ അംഗീകരിക്കുന്നു, ഭാഗവതത്തെ അംഗീകരിക്കുന്നു. ശരി, അത്രയും അംഗീകരിക്കാമെങ്കിൽ ബാക്കി അതിന്റെ മുമ്പിലുള്ളതും പിമ്പിലുള്ളതും ഒക്കെ കൂടി ഒന്ന് കേട്ട് അംഗീകരിക്കൂ. ഇത്രയേ വേണ്ടൂ നമുക്ക്. നിങ്ങൾ നിങ്ങളുടെ സൗകര്യത്തിന് കുറച്ച് കഷ്ണം മാത്രം എടുത്ത് അത് കൊണ്ടു നടക്കണ്ട. മുമ്പുള്ളതും പിമ്പുള്ളതും കൂടി എടുത്തിട്ട് നിങ്ങൾ നടന്നോളൂ. അപ്പൊ ശരിയായിക്കോളൂ. ഇതാണ് നമുക്ക് മറ്റുള്ളവരോട് ഈ രാസക്രീഡയെക്കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാതെ എന്തെങ്കിലും വിഡ്ഢിത്തരം പറയുന്നവരോട് പറയാനുള്ളത്, വരൂ, ഭാഗവതം മുഴുവൻ പഠിക്കൂ. എന്തായാലും നിങ്ങൾക്ക് രാസക്രീഡയിൽ വിശ്വാസം ഉണ്ടായല്ലോ, അത് സമ്മതിച്ചു, സന്തോഷം. അത്രയും ഭാഗം ഞങ്ങൾക്ക് രക്ഷപ്പെട്ടു. കൃഷ്ണൻ എന്നൊരു അവതാര പുരുഷൻ അല്ലെങ്കിൽ ഒരു സാധാരണ പുരുഷൻ ജീവിച്ചിരുന്നു നിങ്ങൾ അംഗീകരിക്കണ്ടല്ലോ. അദ്ദേഹം ചെയ്ത രാസക്രീഡയെക്കുറിച്ച് നിങ്ങൾ വിമർശിക്കണമെങ്കിൽ അത് നടന്നിട്ടുണ്ടെന്ന് നിങ്ങൾ സമ്മതിക്കണമല്ലോ. എങ്കിൽ ബാക്കി കൂടി കേൾക്കൂ എന്ന് പറയാം. ഇത് നമുക്ക് ഈ അധ്യായം ഇവിടെ കഴിഞ്ഞു. രാസപഞ്ചാധ്യായിയിലേക്ക് പ്രവേശിക്കാം. വൈകുന്നേരം നോക്കട്ടെ. ഇന്ന് വൈകുന്നേരം നോക്കാം.
നാളെ ക്ലാസ്സില്ല. നാളെ രാവിലെയും വൈകുന്നേരവും പരിപാടികളുണ്ട്. രാവിലെ ശിവാനന്ദാശ്രമത്തിൽ നിത്യാനന്ദ സ്വാമികൾ സമാധിയായി. അദ്ദേഹത്തിൻ്റെ ജയന്തി ആഘോഷം, 91-ാം ജയന്തിയപ്പോൾ അതിന് ക്ഷണിച്ചിട്ടുണ്ട്. വൈകുന്നേരം ഒരു മീറ്റിംഗ് ഉണ്ട് 5 മണിക്ക്. നാളെ ഇല്ല. 2-ാം തീയതി ഇന്ന് വൈകുന്നേരം നോക്കാം. അത് കഴിഞ്ഞ് 2-ാം തീയതി രാവിലെ പറ്റിയാൽ നോക്കാം. 2-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം ഗുരുവായൂർ പോവും. 3-ാം തീയതി ഗുരുവായൂരാണ്. എല്ലാവരും ഗുരുവായൂരിലേക്കും വരിക. മഴയൊക്കെ വരുന്നുണ്ട്. തമിഴ്നാട്ടിലൂടെ കേരളത്തിലേക്കൊക്കെ മഴ വരുന്നുണ്ട്. കാര്യമായിട്ട് ബാധിക്കാതിരിക്കട്ടെ അല്ലേ? നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകട്ടെ. മഴ പെയ്തോട്ടെ. നോക്കാം. അപ്പോൾ ഹരി ഓം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ വരുണലോകഗമനം നാമ 28-തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. ഇപ്പോൾ വൈകുന്നേരം നോക്കാം.